നമസ്തേ, ഞാൻ VS കൃഷ്ണരാജ്. ഈസ്റ്റർ ദിനമാണ്. ഉയിർപ്പിൻ്റെ ആശംസകൾ എല്ലാ പ്രേക്ഷകർക്കും നേരുന്നു. ഒപ്പം നല്ലൊരു ദിനം ആശംസിക്കുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. ഇന്ന് ഈസ്റ്റർ. ഉയിർപ്പിൻ്റെ പ്രത്യാശയിൽ വിശ്വാസികൾ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. തൃശ്ശൂരിലെ പുത്തൻ പള്ളിയിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഷൈൻ ടോം ചാക്കോയ്ക്ക് അഴിയാക്കുരുക്ക്. വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. നടനെ ഹോട്ടലിൽ കണ്ടവരുടെ പട്ടിക തയ്യാറാക്കും. കർശന നടപടിയെടുക്കാൻ ഫിലിം ചേംബർ യോഗം നാളെ. ക്ഷേത്രത്തിൽ വീണ്ടും അലോഷിയുടെ വിപ്ലവപ്പാട്ട്. ലാൽസലാം ആലാപനം. തിരുവനന്തപുരം അവനവഞ്ചേരി ഇണ്ടിളയപ്പൻ ക്ഷേത്രോത്സവത്തിനിടെ. BJPയുടെ വികസിത കേരളം കൺവെൻഷനുകൾ നാളെ മുതൽ. ആദ്യ കൺവെൻഷൻ തൃശ്ശൂരിൽ. പ്രവർത്തകരെ കാണാൻ രാജീവ് ചന്ദ്രശേഖർ. ജില്ലാ നേതൃയോഗങ്ങൾക്കും തുടക്കമാകും. വാരിയം കുന്നന്റെ ക്രൂരതകൾക്ക് കൂടുതൽ തെളിവുകൾ പുറത്ത്. കാരണമില്ലാതെ സാധുക്കളെ കൊന്നൊടുക്കിയെന്ന് മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ലേഖനം. കിണറ്റിൽ ഹിന്ദുക്കളുടെ തല വെട്ടിയിട്ടു. 2018 ലേഖനം സെയ്ദാലി ഹാജിയുടെ ഡയറിക്കുറിപ്പുകൾ അടിസ്ഥാനമാക്കി. യുദ്ധം നീളാൻ കാരണം റഷ്യയെന്ന് യുക്രൈൻ. ഈസ്റ്റർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ആക്രമണം. അന്തിമ തീരുമാനം റഷ്യ എടുക്കട്ടെയെന്നും സെലൻസ്കി. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ വീണ്ടും അമേരിക്കൻ ആക്രമണം. IPLൽ വീണ്ടും പടിക്കൽ കലമുടച്ച് രാജസ്ഥാൻ. ലക്നൌവിന് 2 റൺസിന്റെ നാടകീയ ജയം. ഡൽഹിയെ മറികടന്ന് ഗുജറാത്ത്. ഇന്ന് മുംബൈ ചെന്നൈ പോരാട്ടം. പഞ്ചാബ് ബംഗളൂരുവിനെയും നേരിടും. ഉയിർപ്പിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. അർദ്ധരാത്രി മുതൽ തന്നെ വിവിധ ദേവാലയങ്ങൾ പ്രാർത്ഥനകൾ നടന്നിരുന്നു. ഞാൻ ഉയർപ്പും പുനരുദ്ധാനം സകല ജീവജാലങ്ങളുടെയും ജീവനുമാകുന്നു. ഞാൻ മഹത്വത്തോടെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നീ ചെന്ന് സ്നേഹന്മാരോട് അറിയിക്കുക. ലോകത്തിന്റെ പാപങ്ങൾ ചുമലിലേറ്റി കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുദേവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണയ്ക്കായിട്ടാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറയാണ് ക്രിസ്തുവിന്റെ ഉയർപ്പ്. കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് തിരുകർമ്മങ്ങൾ നടന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ മലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷൻ കർദിനാൾ മാർ ബെസോലിയോസ് ക്ലീമിക്സ് കത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രദക്ഷിണവും പ്രാർത്ഥനാ ഉയർപ്പ് ശുശ്രൂഷയും നടന്നു.
തിരുവനന്തപുരം പാളയം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ കാർമ്മികത്വത്തിൽ പ്രാർത്ഥനകൾ നടന്നു. പ്രത്യാശയുടെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത്. ലോകത്തിന് ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ളതും ഈ പ്രത്യാശയാണ്. പ്രതിസന്ധികളെ പ്രതീക്ഷയോടെ കാണാൻ കഴിയണം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് പ്രത്യാശയുടെ അടിസ്ഥാനമെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞു. സ്നേഹം മരണത്തിനോടെ ശക്തമാണ്. ദൈവത്തിന്റെ സ്നേഹം മരണത്തെക്കാൾ ശക്തമാണ് എന്ന് ഉറങ്ങി പ്രഖ്യാപിക്കുന്ന കഥാവിനെയും ഈ രാത്രിയിൽ നമ്മൾ ആഘോഷിക്കുന്നത് ദൈവം ഉയർന്നിന്റെ ഈശ്വരന്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും സമാധാനവും ജനം, തിരുവനന്തപുരം. പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശവുമായി ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ഉയിർപ്പിന്റെ പ്രത്യാശയിലാണ് വിശ്വാസികൾ എല്ലാവരും. അർദ്ധരാത്രി മുതൽ തന്നെ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് രശ്മി കാർത്തിക, കൊച്ചി പൊറ്റക്കുഴി ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ, കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ നിന്ന് ദിസ്ന സുരേഷ് എന്നിവരൊപ്പം ചെയ്യും. ആദ്യം രശ്മി കാർത്തികയിലേക്കാണ്. രശ്മി, അവിടെ എങ്ങനെ ഉയിർപ്പിൻ്റെ സന്തോഷം വിശ്വാസികൾ പങ്കുവയ്ക്കുന്നു? കൃഷ്ണരാജ്, ഞാനുള്ളത് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലാണ്. ഇവിടെ പ്രത്യേക പ്രാർത്ഥനകളാണ് നിലവിൽ നടക്കുന്നത്. ദിവ്യബലി ആരംഭിച്ചത് 7 മണിക്കാണ്. ഇന്നലെ രാത്രിയിൽ പ്രത്യേക പ്രാർത്ഥനകളും തിരുകർമ്മങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്ററിനെ വരവേറ്റ് കഴിഞ്ഞിരിക്കുന്നു. 50 ദിവസം നീണ്ട പ്രാർത്ഥന, ആ നോമ്പാചരണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് ഈസ്റ്റർ എത്തുന്നത്. ഈസ്റ്ററിൻ്റെ ഭാഗമായി എല്ലാ പള്ളികളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ എല്ലാ പള്ളികളിലും കുർബാനകളും ശുശ്രൂഷകളും തിരുകർമ്മങ്ങളും ദിവ്യബലിയുമൊക്കെ നടക്കാൻ ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്നത്. ദിവ്യബലി പ്രത്യേക പ്രാർത്ഥനയുമാണ് പാളയം പള്ളിയിൽ നടക്കുന്നത്. ഇന്ന് ക്രൈസ്തവ ഭവനങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസം കൂടിയാണ്. ഗാഗുൽത്താമലയിലെ കുരിശിൽ മരിച്ച യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിൻ്റെ അനുസ്മരണയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈ ഈസ്റ്റർ ദിനത്തിൽ ആഘോഷിക്കുന്നത്. ഒരു പ്രത്യാശയുടെ സന്ദേശം കൂടിയാണ്. ഓരോ ഈസ്റ്റർ കാലവും എത്ര ദുരിതത്തിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോയാലും അതിനെല്ലാം ഒരു ശുഭകരമായ ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നുള്ള വിശ്വാസം കൂടിയാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ഓശാനയോട് കൂടിയാണ് ക്രിസ്ത്യാനികൾ ഈ വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നത്. പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഒക്കെ കഴിഞ്ഞാണ് ഈസ്റ്റർ എത്തുന്നത്. ഇപ്പോൾ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലേക്ക് നിരവധി എത്തിയിട്ടുണ്ട്. അവർ ഈ പ്രത്യേക ദിവ്യബലിയിലും പ്രാർത്ഥനയിലുമൊക്കെ പങ്കെടുക്കുകയാണ്. തിരുവനന്തപുരത്തെ മറ്റ് പള്ളികളിലും, അതായത് പാളയം പള്ളിക്ക് പുറമെ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിലും അതോടൊപ്പം തന്നെ പേരൂർക്കട തെക്കൻ പരുമല പള്ളിയിലും അതോടൊപ്പം വെട്ടുകാട് പള്ളികളിലും PMGയിലെ ലൂർദ് ഫെറോന പള്ളിയിലും ഒക്കെ തന്നെ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ഇവിടെല്ലാം തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയാണ്. അപ്പോൾ രാവിലെ തന്നെ വിശ്വാസികളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും എത്ര കഷ്ടകാലം ഉണ്ടായാലും, എത്ര സങ്കടകരമായ ദിവസങ്ങൾ ഉണ്ടായാലും അതിന് പിന്നീടൊരു നല്ല ദിവസം ഉണ്ടാകും. അത് ആ ഒരു സന്ദേശം കൂടിയാണ് ഈസ്റ്റർ പകർന്നു നൽകുന്നത്. ഏതായാലും പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിലവിൽ ദിവ്യബലി പ്രാർത്ഥനയും പുരോഗമിക്കുകയാണ്. കൃഷ്ണ, കൊച്ചി പൊറ്റക്കുടി ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ നിന്ന് ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, അവിടെ പ്രാർത്ഥനകൾ എങ്ങനെ പുരോഗമിക്കുന്നു? എന്നാൽ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു.
ശുശ്രൂഷ ചടങ്ങുകൾക്ക് ശേഷമാണ് ഇപ്പോൾ രാവിലെ ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങുകളും ഒപ്പം തന്നെ മറ്റു പ്രഭാഷണങ്ങളും അടക്കമുള്ള ചടങ്ങുകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. വലിയ പ്രത്യാശയുടെയും നന്മയുടെയും എല്ലാം പ്രതീകമായി ഈ ഈസ്റ്റർ ക്രൈസ്തവ വിശ്വാസികൾ വലിയ ഒരു ആഘോഷത്തോടെ തന്നെയാണ് ഇപ്പോൾ ആചരിച്ചു വരുന്നത്. ഇന്നലെ രാത്രി വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു. മാർ റാഫേൽ തട്ടിൽ അടക്കമുള്ള പുരോഹിതർ പ്രധാനമായും ചടങ്ങുകൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകി. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഈ ചടങ്ങുകളുടെ എല്ലാം തന്നെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്തു. ക്രിസ്തു ജീവിക്കുന്ന രക്ഷകനാണെന്നും ക്രിസ്തുവിന്റെ വിജയത്തിന്റെ പാത വിശ്വാസികൾ ഏറ്റുവാങ്ങണമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. റാഫേൽ തട്ടിൽ വിശ്വാസികളോടായി ആഹ്വാനം ചെയ്തിരുന്നു. അത്തരത്തിൽ വിവിധ ചടങ്ങുകളും എല്ലാം തന്നെ പ്രധാനമായും മുന്നോട്ട് പോകുന്നു. അസ്വസ്ഥതയും അനൈക്യവും ഉള്ളിടത്ത് സഭ സമാധാനത്തിന്റെ ശൃംഖലയാകണമെന്ന ഒരു സന്ദേശം അദ്ദേഹം നൽകുകയും ചെയ്തു. എറണാകുളം സെന്റ് മേരീസ് പള്ളിയിലടക്കം വിവിധ പള്ളികളിൽ ഇപ്പോഴും ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി വിശ്വാസികളാണ് ഈ ചടങ്ങുകളുടെ എല്ലാം തന്നെ ഭാഗമായി പങ്കെടുക്കുന്നത്. പെസഹ ദിനം മുതൽ ആരംഭിച്ച ഈ ഒരു ചടങ്ങുകൾക്ക് അതിനുശേഷം ദുഃഖവെള്ളി യേശു ക്രിസ്തു കുരിശിലേറിയതിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടുള്ള ദുഃഖവെള്ളി ദിനവും അതും കടന്ന് ഇപ്പോൾ ഉയിർപ്പിന്റെ ഈസ്റ്റർ ആഘോഷങ്ങളിൽ തന്നെയാണ് നാടും നഗരവും എല്ലാം തന്നെ ഉള്ളത്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പള്ളികളിലെത്തി ചടങ്ങുകളിൽ ആദ്യാവസാനം പങ്കെടുക്കുന്നുണ്ട്. ഇടവക വികാരിമാർ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ പൊതുവായ എറണാകുളം ജില്ലയിൽ ഏതാണ്ട് 50ഓളം നഗരത്തിന്റെ വിവിധ മേഖലകളിൽ മാത്രം 50ഓളം പള്ളികളിൽ ഇത്തരത്തിൽ ഈസ്റ്റർ ദിന പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുകയാണ്. ആ പ്രാർത്ഥനാ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഈ ചടങ്ങുകളുടെ ഭാഗമായി എത്തുകയും ചെയ്യുന്നുണ്ട്. ക്രൂസിൽ മരിക്കാൻ യേശുവിനെ വിട്ടുകൊടുത്ത ദൈവം വലിയ ഒരു സന്ദേശമാണ് നൽകിയത് എന്ന കാര്യമാണ് ഇവിടെ പള്ളി വികാരി അടക്കം ഒരു സന്ദേശത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചടങ്ങുകൾ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുകയാണ്. ജിജീഷ്, ഈ ഈസ്റ്റർ ആഘോഷങ്ങളുടെയൊക്കെ ഒരു പ്രധാന കേന്ദ്രമാണല്ലോ കൊച്ചി. മറ്റു പള്ളികളിൽ എങ്ങനെ? അർദ്ധരാത്രിയിലും ഒപ്പം തന്നെ ഇന്ന് പുലർച്ചെ മുതലും പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഉയർപ്പിന്റെ ഒരു ആവിഷ്കാരം എല്ലാം തന്നെ പള്ളികളിൽ പ്രത്യേകമായി തന്നെ സംഘടിപ്പിച്ചിരുന്നു. വിവിധ പള്ളികളിൽ ഇത്തരത്തിൽ ചടങ്ങുകൾ നടന്നു. മാർ റാഫേൽ തട്ടിൽ അടക്കമുള്ള ആളുകൾ ഈ ഒരു ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അടക്കമുള്ളവർ ജില്ലയിലെ വിവിധ പള്ളികളിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുകയും വിശ്വാസികളോടായി സന്ദേശങ്ങൾ നൽകുകയും എല്ലാം തന്നെ ചെയ്തു. മാനവരാശിയുടെ നന്മയ്ക്കായി ജന്മമെടുത്ത യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് അത് മഹത്തായ ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന കാര്യമാണ് അവരെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചത്. ഇത് ഏത് സാഹചര്യങ്ങളെയും നേരിടാനുള്ള മനുഷ്യന്റെ ആ സാഹചര്യങ്ങളെയെല്ലാം നേരിട്ട് മുന്നോട്ട് പോകാനുള്ള മനുഷ്യന്റെ ഒരു ശക്തിയെ അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന പ്രാപ്തരാക്കുന്നതാണ് യേശു ക്രിസ്തുവിന്റെ കുരിശിലേറിയതിന്റെയും പിന്നീട് ഉയർത്തെഴുന്നേറ്റതിന്റെയും എല്ലാം ഓർമ്മകൾ എന്ന ഒരു വലിയ സന്ദേശം തന്നെയാണ് നൽകുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു വാരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നിറഞ്ഞതായിരുന്നു. അത് പെസഹ വ്യാഴം മുതൽ തുടർന്ന് അങ്ങോട്ട് വിവിധ ചടങ്ങുകൾക്ക് തരത്തിൽ നടക്കുകയും ചെയ്തു. ഉയർപ്പ് വേറെ പ്രത്യാശയുടെ പെരുന്നാളാണ്. തിന്മയുടെ ശക്തികൾ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന നന്മ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന ആ സത്യം മനുഷ്യ രാശിക്ക് മുന്നിൽ, മാനവ രാശിക്ക് മുന്നിൽ പകർന്നു നൽകുന്ന ആ ഒരു സന്ദേശം തന്നെയായിരുന്നു ഈ ഒരു ഈസ്റ്റർ ദിനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ ഒരു ആഘോഷത്തിന്റെ ദിനങ്ങൾ തന്നെയാണ്. കാരണം യേശുദേവൻ ഉയർത്ത് എഴുന്നേറ്റിരിക്കുന്നു. എല്ലാ പാപികളെയും അല്ലെങ്കിൽ ആ പാപികളോടും പുറത്തുകൊണ്ട് നന്മയുടെ സന്ദേശം അദ്ദേഹം പ്രദാനം ചെയ്തുകൊണ്ട്
വേണ്ട ഉയർത്തെഴുന്നേറ്റു എന്നത് തന്നെയാണ് ആ വിശ്വാസ സമൂഹത്തെ വലിയ ആഹ്ലാദ ഭരിതരാക്കുകയും ചെയ്യുന്നത്. ലോകം മുഴുവൻ മരണഭീതിയിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അത്തരം കാലഘട്ടങ്ങളെ പോലും അതിജീവിക്കാൻ ലോകത്തിന് കഴിഞ്ഞത് എന്ന് പറയുന്നത് ഈ ഒരു വലിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം വിശ്വാസികൾ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ക്രൂശിൽ മരിക്കാൻ യേശുവിനെ വിട്ടുകൊടുത്ത ദൈവം ജീവന്റെ സമൃദ്ധിയിലേക്ക് ഉയർത്തെഴുന്നേക്കാൻ പര്യാപ്തമാക്കിയതും ആ ഒരു വലിയ സന്ദേശത്തിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും പള്ളികളിൽ ചടങ്ങുകൾ, പ്രത്യേകിച്ച് എറണാകുളം സെന്റ് ജോസഫ് ചർച്ച്, ഒപ്പം തന്നെ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, സെന്റ് മേരീസ് ചർച്ച് എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോൾ ഈസ്റ്ററിനോടനുബന്ധിച്ച് പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നു. ഇന്നലെയും ഉയർപ്പിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. അത് പീഡാനുഭവത്തിന്റെ ഒരു കുരിശുഭരണത്തിന്റെയും എല്ലാം ഓർമ്മകളിൽ നിന്ന് ഉയർപ്പിന്റെ നന്മയിലേക്ക് അവരുടെ ചിന്തകൾ, അല്ലെങ്കിൽ ആ ഉയർപ്പിന്റെ പ്രത്യാശയിലേക്ക് വിശ്വാസികൾ എത്തുന്നു എന്നത് തന്നെയാണ് ഈ ഈസ്റ്റർ ദിനം ഓർമ്മിപ്പിക്കുന്നത്. യെസ്, കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ നിന്ന് ദിസ്ന കൂടി ഒപ്പം ചേരുന്നുണ്ട്. ദിസ്ന, അവിടെ എങ്ങനെ ഈസ്റ്റർ ആഘോഷം? തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നത്. ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകളൊക്കെ തന്നെയും നടത്തിയിരുന്നത്. അതിൽ പ്രധാനമായും വർഗീസ് ചക്കാലക്കൽ നൽകിയ ഈസ്റ്റർ സന്ദേശം എന്ന് പറയുന്നത് മരണത്തിനപ്പുറം ജീവനുണ്ട് എന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് അദ്ദേഹം ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ദുഃഖ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആത്മവിശ്വാസവും പ്രത്യാശയും പകരുന്നതാണ് യേശുവിന്റെ പുനരുദ്ധാനം. മരണത്തെ കീഴടക്കി യേശു ഉയർത്തെഴുന്നേറ്റിന്റെ ആഹ്ലാദവുമായി ഈ ദിനം ദേവാലയങ്ങളിൽ വലിയ രീതിയിലുള്ള ശുശ്രൂഷകൾ, ദിവ്യബലി, കുർബാന എന്നിവയൊക്കെ നടക്കുന്നുണ്ട്. ഇനി 7:30 ഇവിടെ മറ്റു ചടങ്ങുകൾ നടക്കുക. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സുദിനമായാണ് വിശ്വാസികൾ ഈ ദിനത്തെ കാണുന്നത്. കുരിശിൽ തറയ്ക്കപ്പെട്ട യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനം കൂടിയാണ്. നമുക്കറിയാം, ദുഃഖവെള്ളി കഴിഞ്ഞുള്ള ഞായറാണ് ഈസ്റ്റർ ദിനമായി ആഘോഷിക്കുന്നത്. എന്തായാലും വലിയ തിരക്കു തന്നെയാണ് ദേവാലയത്തിൽ അനുഭവപ്പെട്ടിരുന്നത്. ഇന്നലെ വലിയ രീതിയിലുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈസ്റ്റർ ദിന സന്ദേശവും ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നൽകിയിരുന്നു. ഇന്നിനി 7:30 മറ്റ് ചടങ്ങുകൾ ഉള്ളത്. വലിയ രീതിയിൽ ആളുകൾ ഇവിടെ വന്ന് കുർബാന സ്വീകരിച്ച് മടങ്ങുന്നുണ്ട്. കൃഷ്ണരാജ്, ഏതായാലും കേരളത്തിലുടനീളം ഈസ്റ്റർ ആഘോഷം തകൃതിയിലാണ്. വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നു. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഉയിർപ്പിൻ്റെ പ്രത്യാശ അത് പകരുന്ന ഒരു വലിയ സന്ദേശമാണ് ഈസ്റ്റർ ദിനത്തിൽ രൂപപ്പെടുന്നത്. ഏതായാലും ഈസ്റ്റർ ദിന ആഘോഷ നിറവിലാണ് വിശ്വാസികൾ എല്ലാവരും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതിലേക്ക് വരാം. ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിലെ പുത്തൻ പള്ളിയിൽ ഈസ്റ്റർ ആഘോഷ ചടങ്ങിൽ ഈസ്റ്റർ ദിനത്തിൽ എത്തിയിരുന്നു. തൃശ്ശൂർ ഒല്ലൂർ മേരി മാതാ പള്ളിയിലെ കുർബാനയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. തത്സമയം നോക്കാം. തൃശ്ശൂരിൽ നിന്ന് സാനു കെ സജീവ് ഒപ്പം ചേരുന്നുണ്ട്. സാനു, നേരത്തെ തന്നെ സുരേഷ് ഗോപി അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ കുർബാന പുരോഗമിക്കുന്നു അല്ലേ? ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിവിധ ദേവാലയങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം എത്തിയത് തൃശ്ശൂരിലെ മേരിമാത ബസലിക്ക പള്ളിയിലായിരുന്നു. അവിടെ പുരോഹിതർ ചേർന്ന് സുരേഷ് ഗോപിനെ സ്വീകരിച്ച് പള്ളിക്കുള്ളിലേക്ക് ആനയിച്ചു. തുടർന്ന് സാധാരണക്കാരനായ ഒരു വിശ്വാസിനെ പോലെ കുർബാന ചടങ്ങുകളിലടക്കം പങ്കെടുക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ചടങ്ങുകൾ തീർന്നതിന് ശേഷമാണ് ആ പള്ളിയിൽ നിന്നും സുരേഷ് ഗോപി ഇറങ്ങിയത്. ഇപ്പോൾ മറ്റൊരു പള്ളിയിൽ, അതായത് ഒല്ലൂർ മേരിമാത പള്ളിയിൽ സുരേഷ് ഗോപി കുർബാന ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. ഇതിനുശേഷം അദ്ദേഹം തൃശ്ശൂർ ആർച്ച് ബിഷപ്പിനെ കാണുന്നതിന് വേണ്ടി പോകുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ചടങ്ങുകളിൽ പങ്കെടുത്തതിന് ശേഷം വിശ്വാസികൾക്ക് ഈസ്റ്റർ സന്ദേശം നൽകിയതിനു ശേഷമാണ് സുരേഷ് ഗോപി പള്ളികളിൽ നിന്നും അതേപോലെ മടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. എന്തായാലും ഇതിനുശേഷം അദ്ദേഹം ആർച്ച് ബിഷപ്പിനെ കണ്ട് ഈസ്റ്റർ സന്ദേശം കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദിനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ ഒല്ലൂർ മേരി മാതാ പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്. വിവിധ പള്ളികളിൽ നിന്നൊപ്പം ചേർന്ന് ദിസ്ന സുരേഷ്.
സകല സൗഭാഗ്യങ്ങളും നന്മകളും ജിജീഷ് കരുണാകരൻ, രശ്മി കാർത്തിക എന്നിവർ. നിരന്തരം അങ്ങേ സ്തുതിക്കാനും മുഖത്തുപെടുത്താനും. ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് മേൽ കുരുക്ക് മുറുകുകയാണ്. ഷൈനിന് സ്ഥിരമായി ലഹരി എത്തിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണിപ്പോൾ. ഷൈൻ ടോം ചാക്കോയെ നാളെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇറങ്ങി ഓടിയത് എന്തിന്? അത് ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നു എന്ന് കരുതിയാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. അതേ ഷൈൻ ടോം ചാക്കോ ചില കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. മറുവശത്ത് ഹോട്ടലിൽ എത്തിയ അത് കണ്ടവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം വരുന്നുണ്ട്. ലഹരി എത്തിച്ചവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം വരുന്നുണ്ട്. അങ്ങനെ അപ്പാടെ കുരുക്കിലാണോ നടൻ? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ കൂടുതൽ കുരുക്കിലേക്ക്. കാരണം ഇതുവരെ ഷൈൻ ടോം ചാക്കോ കരുതിയിരുന്നത് തന്നിലേക്ക് നീളുന്ന വലിയ അന്വേഷണങ്ങളൊന്നും തന്നെ നടക്കില്ല. ഇതിനു മുമ്പ് താൻ ലഹരി കേസുകളിൽ ഉൾപ്പെട്ടപ്പോഴെല്ലാം വളരെ കൃത്യമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അത്തരത്തിൽ തനിക്ക് കഴിഞ്ഞു എന്നതിന്റെ ഒരു ആത്മവിശ്വാസം തന്നെയായിരുന്നു ഷൈൻ ടോം ചാക്കോയെ നയിച്ചിരുന്നത്. അങ്ങനെയാണ് ഇന്നലെ രാവിലെ 10:10 പറഞ്ഞ ചോദ്യം ചെയ്യലിന് അരമണിക്കൂർ മുമ്പ് ഷൈൻ ടോം ചാക്കോ അരമണിക്കൂർ മുമ്പ് ഷൈൻ ടോം ചാക്കോ എത്തിയത് തന്നെ വളരെ വേഗത്തിൽ തനിക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ കഴിയും, ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചു വിടുമെന്നെല്ലാമുള്ള രീതിയിൽ തന്നെയായിരുന്നു. എന്നാൽ ലഹരിക്കെതിരെ നടപടികൾ കർശനമാക്കുന്നു, ലഹരിയുടെ വിതരണക്കാർക്കെതിരെയും ഉപയോഗിക്കുന്നവർക്കെതിരെയും എല്ലാം തന്നെ നടപടികൾ ശക്തമാക്കുന്നു എന്ന് പ്രതീതി ഉണ്ടാക്കേണ്ട പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കർശന നടപടികൾ എടുക്കാനുള്ള ഒരു നിർദ്ദേശം തന്നെയായിരുന്നു ലഭിച്ചത്. അങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യൽ, വിശദമായി തന്നെയുള്ള ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് നാളെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടികൾ, അല്ലെങ്കിൽ നടനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കുരുക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം തന്നെ നടൻ മറുപടി പറയേണ്ട ഒരു സാഹചര്യമുണ്ടാകും. എങ്ങനെയാണ് ഈ ലഹരി ഇടപാടുകാരുമായി താൻ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നത്, എന്തിനാണ് അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത്, എന്തിനാണ് പണം കൈമാറിയത്, ഗൂഗിൾ പേയിലൂടെ അടക്കം പണം കൈമാറിയത് എന്തിനാണ് എന്നതിനെല്ലാം തന്നെ കൂടുതൽ വിശദീകരണം നൽകേണ്ടി വരുമെന്ന് മാത്രമല്ല, ലഹരി ഇടപാടുകളിൽ ഏതെല്ലാം തരത്തിൽ പങ്കാളികളായിട്ടുണ്ട്, പ്രത്യേകിച്ച് മറ്റാരെയെങ്കിലും ഇത്തരം കണ്ണികളാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന, ശേഷം ജാമ്യം ലഭിക്കാവുന്ന ആ 2 വകുപ്പുകളാണ് ലഭിച്ചത്. അങ്ങനെയാണ് ഇന്നലെ ജാമ്യത്തിൽ, അച്ഛൻ്റെയും അമ്മയുടെയും ജാമ്യത്തിൽ ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നാൽ നാളെ നടക്കുന്ന ചോദ്യം ചെയ്യലിൽ, വിശദമായ ചോദ്യം ചെയ്യലിൽ കൂടുതൽ തെളിവുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും, ലഭിച്ചിരിക്കുന്ന കൂടുതൽ തെളിവുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും അന്വേഷണ സംഘം പ്രധാനമായും മുന്നോട്ട് പോവുക. ഈ തെളിവുകൾ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും മറ്റ് വിവരങ്ങൾ കൂടി ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള മറ്റ് ലഹരി കേസുകളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ പിടിയിലായ യുവതി അടക്കം നൽകിയിരിക്കുന്ന ഒരു മൊഴി, സ്ത്രീ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് നടന്മാരിൽ പലർക്കും താൻ ലഹരി എത്തിച്ചിരുന്നു, അവരിൽ പലരും ലഹരി ഉപയോഗിക്കുന്നവരാണ്, അതിൻ്റെ ഇടപാടുകാരായി പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ സൗഹൃദ വലയത്തിലുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി അടക്കം ഇടപെട്ടിരുന്ന ആളുകളാണ് എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മൊഴികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നാർക്കോട്ടിക് വിഭാഗം കൂടി വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും നാർക്കോട്ടിക് വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി മാറുകയും എല്ലാം തന്നെ ചെയ്യുമ്പോൾ കൂടുതൽ വകുപ്പുകൾ കൂടി ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെ ചുമത്താനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. മാത്രമല്ല കൂടുതൽ വകുപ്പുകൾ ചുമത്തി കൂടുതൽ നടന്മാരിലേക്ക് കൂടി അന്വേഷണം കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നതുകൂടിയാണ് വ്യക്തമാകുന്നത്. കാരണം ഷൈനിന് കൃത്യമായി ലഹരി ഉപയോഗിക്കുന്ന മറ്റു താരങ്ങളെക്കുറിച്ചുള്ള, യുവതാരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. ഇവർ പരസ്പരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയായിരുന്നു പലപ്പോഴും ലഹരിക്കായുള്ള ആവശ്യങ്ങൾ നൽകിയിരുന്നതും പണം എങ്ങോട്ടേക്കെല്ലാമാണ് അയക്കേണ്ടത് എന്നാൽ നിർദ്ദേശങ്ങളെല്ലാം ഷൈൻ ടോം ചാക്കോയ്ക്ക് അടക്കം ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ വാദങ്ങളെല്ലാം തന്നെ പൊളിയുകയാണ്. തന്നെ ചിലർ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു, ആ ഹോട്ടലിലെത്തി ആക്രമിക്കാൻ ശ്രമിച്ചു, അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി താൻ ഇറങ്ങി ഓടുകയായിരുന്നു, അല്ലാതെ ലഹരി തൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, മാരക ലഹരി വസ്തുക്കളൊന്നും കൈവശം ഉണ്ടായിരുന്നില്ല എന്ന ഷൈനിൻ്റെ തുടക്കം മുതലുള്ള വാദമായിരുന്നു ഇന്നലത്തെ ഒരു ചോദ്യം ചെയ്യലിൽ തന്നെ പൂർണ്ണമായും പൊളിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പിന്നീടുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ചോദ്യാവലി തയ്യാറാക്കി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിന്നെല്ലാം വഴുതി മാറാനുള്ള ശ്രമങ്ങൾ നടന്നാൽ പോലും പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കണം എന്ന രീതിയിൽ തന്നെയായിരുന്നു ചോദ്യം ചെയ്യലുകൾ നടക്കുകയും ചെയ്തത്.
ജിജീഷ്, ഈ തനിക്ക് അതായത് നിയമപരമായി മുന്നോട്ടില്ലെന്ന് നടി വിൻസിയുടെ കുടുംബം പറഞ്ഞിരുന്നു. പക്ഷേ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് സ്വമേധയാ കേസെടുക്കും എന്നായിരുന്നു. അതായത് ഈ കേസെടുക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഒരു കുരുക്ക് കൂടി വരാനിരിക്കുന്നില്ലേ? വിൻസി ഈ ഒരു അന്വേഷണമായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ ഏജൻസികളുമായുള്ള അന്വേഷണവുമായി സഹകരിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് വിൻസി തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിൻസി വ്യക്തമാക്കിയത് ഈ സിനിമാ മേഖലയിലെ ചില ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗം, അത് സ്ത്രീകൾക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന മോശം പെരുമാറ്റങ്ങൾ എന്നിവ പുറത്തു കൊണ്ടുവരണം എന്നത് കാര്യം മാത്രമാണ് താൻ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായത്. മറിച്ച് നിയമ നടപടികളിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ആ നടൻ്റെ പേര് പോലും വിളിച്ചെത്ത് വരണമെന്നോ താൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല, അത് താല്പര്യപ്പെട്ടിരുന്നില്ല. സിനിമ നിലനിൽക്കണം എന്ന് തന്നെയാണ് തൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. മാത്രമല്ല, താൻ അഭിനയിച്ച സിനിമയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകുന്നതിനോടും തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന കാര്യം മിൻസി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ സ്വമേധയാ കേസെടുക്കുകയാണെങ്കിൽ പോലും അതിലൊരു പരാതിക്കാരിയുടെ മൊഴി ഏറ്റവും പ്രധാനമാണ്. പരാതിക്കാരി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ പരാതിക്കാർക്ക് അത്തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ സ്വാഭാവികമായും പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടി തന്നെ അതിൻ്റെ നടപടികൾ അവസാനിപ്പിക്കേണ്ട ഒരു സ്ഥിതി തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് മുമ്പ് മറ്റ് പല കേസുകളിലും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. കാരണം പരാതിക്കാരികൾ ഏതെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നു എന്നതിനപ്പുറം കൂടുതൽ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറല്ലായിരുന്നു. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വെളിപ്പെടുത്തിയ ആളുകൾ പോലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കേസെടുത്തു കഴിഞ്ഞാൽ തങ്ങൾ സഹകരിക്കില്ല അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ കയറിയിറങ്ങാൻ താല്പര്യമില്ല എന്നൊരു നിലപാട് പല ഘട്ടങ്ങളിലും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് വിൻസി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പോലീസ് അന്വേഷണങ്ങളോ എക്സൈസ് അന്വേഷണവുമായി തൽക്കാലം മുന്നോട്ട് പോകാനോ അവർക്ക് പരാതി കൊടുക്കാനോ ആ അന്വേഷണവുമായി സഹകരിക്കാനോ തയ്യാറല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും പോലീസിൻ്റെ അത്തരത്തിലുള്ള നീക്കം, വിൻസിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾക്ക് അത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. എന്നാൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടും ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘം തുടരുകയും ചെയ്യും. ഷൈൻ ടോം ചാക്കോ കൂടുതൽ കുരുക്കിലേക്കാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ. ഇടവേളയ്ക്ക് ശേഷം നമുക്കൊപ്പം ഒരു അതിഥി ചേരും. ഈസ്റ്റർ ദിന സ്പെഷ്യൽ. ഉയിർപ്പിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ സുദിനമാണെന്ന് ഈസ്റ്റർ. നാടെങ്ങും ഈസ്റ്റർ ആഘോഷത്തിലാണ്. നമുക്കൊപ്പം ഇന്ന് പിന്നണി ഗായിക അശ്വതി എസ് നായർ ഒപ്പം ചേരുന്നുണ്ട്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ, നല്ല പാട്ടുകൾ പാടി കേൾപ്പിക്കാൻ. അശ്വതി എസ് നായർ, സ്വാഗതം പുത്തൻപുലരിയിലേക്ക്. നമസ്കാരം. നമുക്ക് ആദ്യം ഈസ്റ്റർ ആണല്ലോ, ഒരു ഭക്തിഗാനത്തിലൂടെ തന്നെ തുടങ്ങാം എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ, രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. ശരി, അപ്പം നല്ല തുടക്കമാണ്. അപ്പോൾ നമുക്ക് പാട്ട് മാത്രമല്ല പറച്ചിലും വേണമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ അശ്വതിയെക്കുറിച്ച് വായിച്ചു, പല അഭിമുഖങ്ങൾ കേട്ടു, മുൻപ് കലോത്സവ വേദിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ. അപ്പോൾ നമുക്ക് കലോത്സവ കാലത്തേക്ക് സ്കൂൾ കാലത്ത് നിന്ന് തുടങ്ങാം എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. എപ്പോഴാണ് പാട്ടുകാരിയാണ് എന്ന് ബോധ്യമായത്? എങ്ങനെയാണ് സ്കൂൾ കലോത്സവ കാലം? ഞാൻ 4ാം ക്ലാസ് മുതലാണ് സ്റ്റേജിൽ കയറി പാടാൻ തുടങ്ങിയത്. ലളിതഗാന മത്സരങ്ങളിലും പദ്യപാരായണം അങ്ങനെ മത്സരങ്ങളിലൂടെയാണ് ഞാൻ സംഗീത രംഗത്തേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ ആൽബങ്ങൾ പാടുന്നുണ്ട്, സിനിമയിൽ പാടി, അതൊക്കെയാണ് പുതിയ വിശേഷം. ശരി, അപ്പോൾ ഈ സ്കൂൾ കലോത്സവ കാലത്ത് നിന്ന് ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ
പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആ വേദികൾ, പാടുമ്പോഴുള്ള ആവേശം അല്ലെങ്കിൽ ആകാംക്ഷ, അതൊക്കെ ഒന്ന് ഓർത്തു പറയാം. തീർച്ചയായിട്ടും. ഞാൻ സ്കൂൾ കലോത്സവങ്ങളിലൂടെ വന്ന് ഗാനമേളകളിൽ പാടിയ ഒരു പാട്ടുകാരിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പിന്നണി ഗാന രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും സംഗീത രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇടവേള എന്തുകൊണ്ടായിരുന്നു? എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 വർഷമായി ഇപ്പോൾ മരിച്ചിട്ട്. അപ്പോൾ ഒരു 5 വർഷത്തോളം ഞാൻ ഇല്ലായിരുന്നു സംഗീത രംഗത്ത്. അപ്പോൾ ഇപ്പോൾ ഒരു 2 വർഷമായിട്ടാണ് ഞാൻ വീണ്ടും ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ശരി അശ്വതി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇനിയും പാട്ട് വേണം. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, അശ്വതി എസ് നായർ ആദ്യം പാടിയ പിന്നണി ഗാനം. ഓക്കെ, ഞാൻ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് പറയുന്ന ഒരു പടത്തിലാണ് ആദ്യമായിട്ട് പാടുന്നത്. പടം ഇറങ്ങിയിട്ടില്ല, പാട്ട് റിലീസായിട്ടുണ്ട്. മധു ബാലകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെയാണ് പാടിയിരിക്കുന്നത്. 4 വരി പാടാം. யாரோ வந்து என்னை ஆள வந்த நேரம் கோடி கோடி கனவால் நீ பார்த்து பார்த்து என்னை பூக்க வைத்த கண்ணில் ஜாலம் என்ன குறைவா என்னை தூண்ட வைத்த தலைவா. ശരി, ഇത്രയും പാടിയാൽ പോരാ, കുറച്ചുകൂടി നീട്ടി പാടണം. കാരണം ഈസ്റ്ററാണ്, പാട്ട് ആൾക്കാർ കേട്ടുകൊണ്ടേ ഇരിക്കട്ടെ. ഏതായാലും മറ്റൊരു സൗഭാഗ്യം ലഭിച്ച ആളാണ് അശ്വതി എസ് നായർ. അതിൻ്റെ ഒരറ്റത്ത് ഗാനഗന്ധർവനാണ്. ഗാനഗന്ധർവന് കീഴിൽ ശിഷ്യപ്പെടുന്നു. 7 വർഷവും മറ്റുമാണെന്ന് തോന്നുന്നു പഠിക്കുന്നു. ആ അനുഭവങ്ങളിലേക്ക്. ഞാൻ സാറിൻ്റെ തരംഗനിശ്രീ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, പാട്ട് പഠിച്ചത്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിലിരിക്കാനുള്ള ഭാഗ്യം ഒരു മഹാഭാഗ്യമാണ്. അത് ഒരു ഗായിക എന്ന നിലയിൽ എനിക്ക് സ്വപ്നം ആയിരുന്നു. അത് സാധ്യമാകാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. അതൊരു ജീവിതത്തിലെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ശരി, നമ്മൾ സ്റ്റുഡിയോക്കുള്ളിൽ ഇരുന്ന് പാടുന്നതും ഗാനമേള വേദികളിൽ ഇരുന്ന് പാടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വലിയ ജനാരവത്തിന് നടുവിൽ അവർക്ക് പലർക്കും പല അഭിപ്രായമായിരിക്കും. ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരാം, ചിലർ അല്ലെന്ന് പ്രതികരിച്ചെന്ന് വരാം. അങ്ങനെ വലിയൊരു ജനാരവത്തിന് മുന്നിൽ നിൽക്കുന്ന സമയം, അതിനെയൊക്കെ എങ്ങനെയാണ് മറികടക്കുന്നത്? ഗാനമേള എന്നത് ജനങ്ങൾക്ക് നടുവിൽ പാടുമ്പോൾ കിട്ടുന്ന സന്തോഷം, അത് സ്റ്റുഡിയോ റെക്കോർഡിങ്ങുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എനിക്ക് ഗാനമേള എന്നും ആവേശമാണ്. കാരണം ഞാൻ എന്നെ ഒരു പാട്ടുകാരിയാക്കിയത് ഗാനമേളയാണ്. അപ്പോൾ എനിക്ക് ജനങ്ങളുടെ മുന്നിൽ, ഒരു ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ നിന്ന് പാടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ആ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ കയ്യടിയും പ്രോത്സാഹനവും സ്നേഹം, അവരുടെ സ്നേഹമൊക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷേ ഒരു റെക്കോർഡിംഗ് ഒക്കെ പാടി ഒരുപാട് സമയമെടുക്കും അത് ഒരു ജനങ്ങളിലേക്ക് എത്താനും, അവരുടെ അഭിപ്രായങ്ങൾ എന്നിലേക്ക് എത്തുവാനും ഒരുപാട് സമയമെടുക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഗാനമേളയാണ്. പിന്നെ സിനിമ ഗാനങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. അതിൽ ഇനിയും ഒരുപാട് ഗാനങ്ങൾ എനിക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വർഷം. വീണ്ടും അതിഥിയിലേക്കാണ്. അശ്വതി എസ് നായർ, അശ്വതി പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, അതിലെ 4 വരി. തീർച്ചയായിട്ടും ഞാനൊരു ക്രിസ്തീയ ആൽബം പാടിയിട്ടുണ്ട്, അത് പാടാം. ഒരു താരകം മിഴി തുറന്നു, മനമാകവേ കുളിരണിഞ്ഞു, തിരുശോഭയാലെ ഉലകമിതിൽ സുഖമേകുവാൻ പൊൻ യേശു പിറന്നു. ഒരു താരകം മിഴി തുറന്നു, മനമാകവേ കുളിരണിഞ്ഞു. ഒരു പാട്ട് കൂടി ആവാം. ഭക്തിഗാനങ്ങൾ കേട്ടിരിക്കുന്നു നമ്മൾ. ഇനിയൊരു സിനിമാ ഗാനത്തിലേക്ക്. അത് അശ്വതി തന്നെ പാടിയ പാട്ടാകണം എന്നില്ല. ഞാൻ ഒരു മലയാളം സോങ് പാടാം. കാതോട് കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി
വിഷു പക്ഷി പോലെ കാതോട് കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. എന്നാ താൻ കേസ് കൊടുന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുപോലെ മറ്റൊരു പടത്തിൽ ഇപ്പോൾ അതുപോലെ തലക്കെട്ടുള്ള മറ്റൊരു സിനിമയിൽ കൂടി പാടിയിട്ടുണ്ട്, ഓ ഞാനെന്നാ പറയാനാ എന്ന ചിത്രം. അതിലെ പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. അതിലെ വരികൾ പാട്ട് റിലീസായിട്ടില്ല, അതുകൊണ്ട് പാടാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് മറ്റൊരു പാട്ട് തീർച്ചയായിട്ടും പാടാം. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. അശ്വതി, ഈ 4-5 വർഷം ഇടവേള ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഇപ്പോൾ 2 വർഷമേ ആയിട്ടുള്ളൂ തിരിച്ചു വന്നിട്ടെന്നും പറഞ്ഞല്ലോ. അപ്പോൾ തിരിച്ചു പിടിച്ച സംഗീതകാലത്തെക്കുറിച്ച് പറയാം. കുറേ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം ഒരുപാട് പാട്ടുകാരുള്ള സമയമാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരാളിന് തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ ഒരുപാട് പ്രയത്നിച്ച് ഇപ്പോൾ പാട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ കച്ചേരികൾ ചെയ്യുന്നുണ്ട്, ആൽബംസ് പാടുന്നുണ്ട്, ഗാനമേളയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വരവ് ഇനിയും നന്നാക്കാനാണ് എൻ്റെ ഒരു തീരുമാനം. ശരി, ഈ റിയാലിറ്റി ഷോകളെ കുറിച്ച് എന്താണ് അശ്വതി അഭിപ്രായം? അതായത് കുറേ നല്ല ഗായകർ ഉദിച്ചുയരുന്നു, പിന്നീട് എപ്പോഴോ അപ്രത്യക്ഷമാകുന്നു. ആ കിട്ടുന്ന സമയത്തെ ഉയർച്ച അതിനപ്പുറത്തേക്ക് ഒന്നുമാകാതെ പോകുന്ന ചിലരുണ്ട്. ചിലർ എന്ന വാക്ക് ഞാൻ എടുത്തു പറയട്ടെ. അതെ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പാടിയ സമയത്തൊന്നും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പാടി എത്തിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് പാട്ടുകൾ കിട്ടുള്ളൂ, പ്രോഗ്രാംസ് കിട്ടുള്ളൂ, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, പ്ലാറ്റ്ഫോം ഉണ്ട്, റിയാലിറ്റി ഷോ ഉണ്ട്. പക്ഷേ ഒരുപാട് ഗായകർ ഞാൻ ഗാനമേളകളിൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഭയങ്കര കഴിവുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും ഒരിടത്തും എത്താതെ പോയിട്ടുണ്ട്. അതിൽ വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിയാലിറ്റി ഷോകളുടെ ആധിക്യം വേദികൾ കുറയ്ക്കുന്നുണ്ടോ അതോ? വേദികൾ ഇപ്പോൾ പൊതുവായിട്ട് ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷമൊക്കെ ഒരുപാട് വേദികൾ ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സമയപരിധിയൊക്കെ ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഒരുപാട് ഇപ്പോൾ ഗാനമേള സിംഗേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് കലാകാരന്മാർ. അപ്പോൾ അത് വെച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് സങ്കടങ്ങൾ അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ റിയാലിറ്റി ഷോ ഒക്കെ വന്നതിന് ശേഷം ഞങ്ങളെപ്പോലുള്ള റിയാലിറ്റി ഷോയിൽ വരാത്ത കുറേ സിംഗേഴ്സ് ഉണ്ട്, അവർക്കും അവസരം കുറയുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നലും അഭിപ്രായവും ഒക്കെ. ശരി, ഒരു പാട്ട് കൂടി പാടാമോ? അശ്വതി തന്നെ പാടിയ സിനിമ ഗാനം. സിനിമ ഇറങ്ങിയിട്ടില്ല. ഒരു 6ഓളം പടം എനിക്ക് ഈ വർഷമുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ 2 പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയൊന്നും റിലീസ് ഈ വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ പാട്ടുകൾ പാടാനൊരു ബുദ്ധിമുട്ടുണ്ട്. വേറൊരു പാട്ട്. ഓ ശരി. ഒരു മിൻസാര പാർവയൻ വേഗം വേഗം ഉന്നോട് ഞാൻ കണ്ടു കൊണ്ടേൻ, ഒരു പെണ്ണോട് തോன்றிடும் താപം താപം എന്നോട് ഞാൻ കണ്ടു കൊണ്ടേൻ, என்னை மறந்து விட்டேன், இந்த உலகத்தில் நான் இல்லை உன்னை இழந்து விட்டான், இந்த மலரிலும் தேனில்லை இது கனவா இல்லை நினைவா என்ன கேலி உண்மை தெரிந்தேன், உன்னை பார்த்தேன் தன் தாய்மொழி மறந்தேன், கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டும் ഞാൻ ഇന്നും പേസവില്ലേ. ഈ പുതിയ പാട്ടുകൾ വരാനിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ വിവരങ്ങൾ എന്താണ്? അതായത് ഏതൊക്കെ സിനിമകളാണ്? NN ബൈജു സാറിൻ്റെ കോലത്തിന്മേൽ കോലം, കുമാരനന്ദ സാറിൻ്റെ ഓ ഞാൻ എന്നാ പറയാന, ദ നെയിം ഓഫ് സച്ചിൻ, സിറ, തിറയാട്ടം, കൺമണി, അങ്ങനെ ഒരു 6ഓളം പടം ഈ വർഷം ഉണ്ട്. ശരി, അപ്പോൾ നമുക്ക് ഒരു പാട്ട് കൂടി പാടി അവസാനിപ്പിക്കാം. അത് ഈസ്റ്റർ ആയതുകൊണ്ട് നമ്മൾ തുടങ്ങിയതുപോലെ തന്നെ ഒരു ഈസ്റ്ററിന് പാടേണ്ട പാട്ട്. വാതിൽ തുറക്കൂ
നീ കാലമേ കണ്ടോട്ടെ സ്നേഹ സ്വരൂപനേ കുരിശിൽ പിടയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശൻ വാതിൽ തുറക്കൂ നീ കാലമേ. ഒരു പാട്ട് കൂടി. പാട്ടാണല്ലോ നമ്മുടെ വഴി. തീർച്ചയായിട്ടും. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി സ്വർണ്ണത്തേരേറി തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തൻ തേരോട്ടം ആ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടി പോയി. മധു തേടി യാത്ര തുടരട്ടെ. നല്ല പാട്ടുകൾ ഇനിയും പാടാൻ കഴിയട്ടെ. കൂടുതൽ സിനിമാ ഗാനങ്ങൾ ആലപിക്കാനാകട്ടെ. ആ പാട്ടിൻ്റെ വഴിയിലൂടെ ഇനിയുമേറെ ദൂരം. ഇതൊരു അതിജീവനത്തിൻ്റെ കാലം കൂടിയാണല്ലോ. കാരണം ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്നു. എല്ലാം മറക്കാൻ പാട്ടിൽ അലിഞ്ഞു ചേരുന്നു. അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി ഈസ്റ്റർ ദിനത്തിൽ ഒപ്പം ചേർന്നതിന്, നല്ല പാട്ടുകൾ പാടിയതിന്, പറഞ്ഞതിന്. അശ്വതി എസ് നായർ. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഈ പ്രോഗ്രാമിൽ വരാൻ പറ്റിയാൽ. ഇന്നൊരു പ്രത്യേക ദിവസമാണ് ഈസ്റ്റർ. എൻ്റെ പ്രേക്ഷകരോടൊപ്പം എനിക്ക് ഇരിക്കാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം. ജനം ടി വിക്കും ഒരുപാട് നന്ദി. ഈ പകൽ തൃശ്ശൂരിൽ നിന്ന് കേൾക്കുന്നത് ഒരു സന്തോഷത്തിൻ്റെ വാർത്തയല്ല. കോടശ്ശേരിയിൽ അയൽവാസിയെ വെട്ടിക്കൊന്നു. കോടശ്ശേരി സ്വദേശി ഷിജുവാണ് കൊല്ലപ്പെട്ടത്. പ്രതി അന്തോണിയെ വെള്ളിക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് കൊലപാതകം. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേർന്നു. സാനു, എന്താണ് സംഭവിച്ചത്? കോടശ്ശേരിയിൽ അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിനൊടുവിലാണ് ഒരാളുടെ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതായത് പതിവായി ഇവർ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രി 11:00 ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം ചേലിയക്കര വീട്ടിൽ ജോസിന്റെ മകൻ 42 വയസ്സുള്ള ഷിജുവാണ് ഈ അക്രമത്തിൽ കൊല്ലപ്പെട്ടത്. വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപവാസിയായിട്ടുള്ള അന്തോണിയെ വെള്ളിക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവര് മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. ഇവര് പതിവായിട്ട് ഇത്തരത്തില് മദ്യപിച്ച് സംഘർഷം ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും പ്രതി നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 2 വെട്ടുകളായിരുന്നു ഇദ്ദേഹത്തിന് ഏറ്റതെന്നാണ്. തലയ്ക്കും അതേപോലെ കഴുത്തിനും ഏറ്റ വെട്ടാണ് മരണകാരണമായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക നിഗമനം. അതായത് ഈ പതിവായി മദ്യപിക്കുക, പതിവായി സംഘർഷം ഉണ്ടാക്കുക, ഒരുപക്ഷെ അതുകൊണ്ടാകും ആരും ഈ വിഷയത്തിൽ ഇടപെടാൻ പോകാത്തതും, അല്ലേ? തീർച്ചയായിട്ടും ഇവരെ മദ്യപിക്കാറുണ്ടായിരുന്നു. പതിവായിട്ട് ഇവരെ സുഹൃത്തുക്കളായിരുന്നു, മദ്യപിക്കാറുണ്ടായിരുന്നു. തുടർന്നുണ്ടായി ഇത്തരത്തില് പതിവായി മദ്യപിക്കുകയും അതേപോലെ സമീപത്തെ പറമ്പിലൊക്കെ ഇരുന്നാണ് ഇവര് മദ്യപാനം നടത്തിയിരുന്നത്. അത്തരത്തിൽ ആരും ഇത് ശ്രദ്ധിക്കാറുണ്ടായിരുന്ന ഒരു സംഭവമല്ല. എന്തായാലും ഇന്നലെ ഈ ഒരു മദ്യപിച്ച ശേഷമുണ്ടായ ഒരു വാക്കുതർക്കമാണ് അവസാനം കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ഈ വെട്ടേറ്റ് കിടന്ന ഇദ്ദേഹത്തെ, അതായത് ഷിജുവിനെ സമീപവാസികളാണ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴത്തേനും ആശുപത്രിയിലേക്കുള്ള പോകും വഴി യാത്രാമധ്യേ ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ് വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയൽവാസി അന്തോണിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ശരി. തൃശ്ശൂർ കോടശ്ശേരിയിൽ അയൽവാസിയെ വെട്ടിക്കൊന്നു. പതിവായി മദ്യപിക്കുന്നവർ, പതിവായി സംഘർഷമുണ്ടാക്കുന്നവർ. പ്രതി അന്തോണി, അതായത് കോടശ്ശേരി സ്വദേശി ഷിജുവിനെ കൊന്ന അന്തോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്. 1 മണിക്കൂർ പിന്നിടുകയാണ് പുത്തൻപുലരി. അപ്പോൾ വരാനിരിക്കുന്ന മണിക്കൂറിൽ പ്രധാന വാർത്തകൾ എന്ത് നോക്കാം. ഇന്ന് ഈസ്റ്റർ.
ഉയിർപ്പിന്റെ പ്രത്യാശയിൽ വിശ്വാസികൾ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന. തൃശ്ശൂരിലെ ദേവാലയങ്ങളിലും ബിഷപ്പ് ഹൗസിലും എത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ കോടശ്ശേരിയിൽ അയൽവാസിയെ വെട്ടിക്കൊന്നു. കോടശ്ശേരി സ്വദേശി ഷിനുവിനെ കൊന്ന പ്രതി അന്തോണി പോലീസ് കസ്റ്റഡിയിൽ. കൊലപാതകം ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിനു പിന്നാലെ. ഷൈൻ ടോം ചാക്കോയ്ക്ക് അഴിയാക്കുരുക്ക്. വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. നടനെ ഹോട്ടലിൽ കണ്ടവരുടെ പട്ടിക തയ്യാറാക്കും. കർശന നടപടിയെടുക്കാൻ ഫിലിം ചേംബർ യോഗം നാളെ. ക്ഷേത്രത്തിൽ വീണ്ടും അലോഷിയുടെ വിപ്ലവപ്പാട്ട്. ലാൽ സലാം ആലാപനം തിരുവനന്തപുരം അവനവഞ്ചേരി ഇണ്ടിളയപ്പൻ ക്ഷേത്രോത്സവത്തിനിടെ. വാര്യം കുന്നന്റെ ക്രൂരതകൾക്ക് കൂടുതൽ തെളിവുകൾ പുറത്ത്. കാരണമില്ലാതെ സാധുക്കളെ കൊന്നൊടുക്കിയെന്ന് മാധ്യമമാഴ്ചപ്പതിപ്പിൽ ലേഖനം. കിണറ്റിൽ ഹിന്ദുക്കളുടെ തല വെട്ടിയിട്ടു. 2018 ലേഖനം സൈദാലി ഹാജിയുടെ ഡയറി കുറിപ്പുകൾ അടിസ്ഥാനമാക്കി. യുദ്ധം നീളാൻ കാരണം റഷ്യയെന്ന് യുക്രൈൻ. ഈസ്റ്റർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ആക്രമണം. അന്തിമ തീരുമാനം റഷ്യ എടുക്കട്ടെ എന്നും സെലൻസ്കി. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ വീണ്ടും അമേരിക്കൻ ആക്രമണം. IPL-ൽ വീണ്ടും പടിക്കൽ കലമുടച്ച് രാജസ്ഥാൻ. ലഖ്നൌവിനോട് തോറ്റത് 2 റൺസിന്. ഡൽഹിയെ മറികടന്ന് ഗുജറാത്ത്. ഇന്ന് മുംബൈ ചെന്നൈ ക്ലാസിക് പോരാട്ടം. പഞ്ചാബ് ബാംഗ്ലൂരിനെ നേരിടും. സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പേരിൽ പ്രചാരണം നടത്തുന്ന വാര്യം കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ മാപ്പിള കലാപകാലത്തെ കൂടുതൽ ക്രൂരതകൾക്ക് തെളിവുകൾ പുറത്ത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള മാധ്യമം ആഴ്ചപ്പതിപ്പിൽ 2018 ഒക്ടോബറിലാണ് മാപ്പിള ലഹള സമയത്ത് ജീവിച്ചിരുന്ന ആക്കപ്പറമ്പിൽ സൈദാലി ഹാജിയുടെ എക്സ്ക്ലൂസീവ് അഭിമുഖം പ്രസിദ്ധീകരിച്ചത്. 57 വർഷത്തിന് ശേഷം കണ്ടെടുത്ത ഡയറി കുറിപ്പുകളാണ് ആഴ്ചപ്പതിപ്പിൽ. മാപ്പിള കലാപകാലത്ത് നിരവധി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത വാര്യം കുന്നന്റെ പേരിൽ മലപ്പുറം നഗരസഭ നഗരത്തിൽ സ്മാരകമായി ടൗൺ ഹാൾ നിർമ്മിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നു. ശിവദാസ്, അതായത് 2018 സൈദാലി ഹാജിയുടെ ഡയറി കുറിപ്പുകളെ ആസ്പദമാക്കി മാധ്യമം ആഴ്ചപ്പതിപ്പിൽ വന്ന എക്സ്ക്ലൂസീവ് ലേഖനം, അതാണ് ഈ തെളിവുകൾക്ക് നിദാനമാകുന്നത്. വാര്യം കുന്നൻ ഹിന്ദുക്കളെ കിണറ്റിൽ തലവെട്ടിയിട്ടിട്ടുണ്ട്, മുസ്ലിങ്ങളെയും ആക്രമിച്ചിരുന്നു. അങ്ങനെ നിരവധി വെളിപ്പെടുത്തലുകൾ ആ ലേഖനത്തിൽ വരുന്നുണ്ട്. അത് ഈ പുതിയ കാലത്ത് സജീവമാവുകയാണ്. കാരണം ഹെഡ്ഗേവാറിൻ്റെ സ്മൃതി എവിടെയും പാടില്ല എന്ന ചട്ടം കെട്ടുമ്പോൾ, കോൺഗ്രസ് ചട്ടം കെട്ടുമ്പോഴാണ് ഈ വാർത്ത എന്നോർക്കണം. അതായത് സൈദാലി ഹാജിയുടെ ഡയറി കുറിപ്പുകൾ ആസ്പദമാക്കി വാര്യം കുന്നൻ്റെ തെളിവുകൾ പുറത്തു വരികയാണ്. ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നുണ്ട്. ശിവദാസ്, 2018 ലേഖനമാണ്, അത് ഇപ്പോൾ എന്തുകൊണ്ട് പ്രസക്തമാകുന്നു? ശരി, നമുക്ക് ഈ വാർത്തയിലേക്ക് വരാം. BJP 30 ദിവസത്തെ നിരുപാധിക വെടിനിർത്തൽ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാകേണ്ടത് റഷ്യയിൽ നിന്നെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. ഈസ്റ്റർ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും റഷ്യ ആക്രമിച്ചു.
റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നതിന് കാരണം റഷ്യ തന്നെയെന്നും സെലൻസ്കി ആരോപിക്കുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾ, സമവായ ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോഴാണ് മറുവശത്ത് ഈ സെലൻസ്കിയും പുടിനും തമ്മിലുള്ള പരസ്യ പ്രതികരണങ്ങൾ വരുന്നത്. ഇപ്പോൾ സെലൻസ്കി എന്താണ് പറയുന്നത്? റഷ്യയാണ് എല്ലാറ്റിനും കാരണമെന്നും. തീർച്ചയായും കൃഷ്ണരാജ്, നിലവിലെ റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 30 ദിവസത്തെ വെടിനിർത്തലിനുള്ള സാധ്യത തുറക്കാനുള്ള ചർച്ചകൾ നേരത്തെ സൗദി അറേബ്യയിലും മറ്റും നടന്നപ്പോൾ കൃത്യമായും അതിനൊരു എതിർപ്പ് പ്രകടിപ്പിച്ചത് റഷ്യയുടെ ഭാഗത്തു നിന്നാണ്. റഷ്യ അക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ആ നിലപാടിന്റെ ഭാഗമായി നമുക്കറിയാവുന്നതാണ്, പല തരത്തിലുള്ള പ്രതികരണങ്ങൾ റഷ്യക്കെതിരെ ഉണ്ടാവുകയും ഉപരോധം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് ട്രംപ് പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇക്കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വൈകുന്നേരത്തോടെ 30 മണിക്കൂറിലെ വെടിനിർത്തൽ, അതായത് ഈസ്റ്റർ പ്രമാണിച്ചുള്ള 30 മണിക്കൂറിലെ വെടിനിർത്തൽ പുടിൻ പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്നാൽ ഇത്തരത്തിലുള്ള വെടിനിർത്തൽ യാഥാർത്ഥ്യമായിട്ടില്ല. കർസ് മേഖലയിലും അതുപോലെ മറ്റു മേഖലകളിലെല്ലാം തന്നെ റഷ്യ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് സെലൻസ്കി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. 30 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ അടിയന്തരമായി നടപ്പാക്കാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ആ നീക്കങ്ങൾക്ക് എതിര് നിൽക്കുന്നത് റഷ്യയാണ്. റഷ്യയുടെ തീരുമാനമാണ് വെടിനിർത്തൽ സംബന്ധിച്ച് അന്തിമമായി ഉണ്ടാകേണ്ടത് എന്നാണ് ഇപ്പോൾ സെലൻസ്കി പ്രതികരിച്ചിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഘടകം, ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് പ്രതികരിച്ചിരുന്നത് ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഈ വെടിനിർത്തൽ ധാരണ നീണ്ടുപോകുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ, വെടിനിർത്തൽ വീണ്ടും വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സമാധാന ചർച്ചകളുടെ മധ്യസ്ഥതയിൽ നിന്നും പിന്മാറുമെന്ന നിലപാട് വളരെ കൃത്യമായി അമേരിക്ക അറിയിക്കുകയും ചെയ്തിരുന്നു. അമേരിക്ക അത് പല ഫോറങ്ങളിലും അവതരിപ്പിച്ചിരുന്നു. പാരീസിൽ നടന്ന യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചകളിൽ ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വിവിധ ഫോറങ്ങളിലും അത് അന്താരാഷ്ട്ര സംവിധാനങ്ങളിലെല്ലാം തന്നെ നിലപാടുകളെ കൃത്യമായി, അതായത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിലപാടുകൾ കൃത്യമായും അമേരിക്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർ നടപടികൾ, അതായത് നേരത്തെ അമേരിക്ക സൂചിപ്പിച്ച ചില നടപടികളാണ് ഏറെ ഗൗരവത്തോടെ ഇപ്പോൾ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാവുന്നതാണ്, റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് നേരത്തെ ട്രംപ് പറയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പിന്മാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത്തരം നടപടികളിലേക്ക് കൂടി നീങ്ങാനുള്ള ഒരു സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യുക്രൈന്റെ ഭാഗത്തു നിന്നും ഇത്തരം നിലപാടുകളും ഉണ്ടായിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വളരെ കൃത്യമായി പറയുന്നത്, ഇത്തരത്തിലൊരു സമാധാന ചർച്ചകൾക്കോ അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണകൾക്കോ വിലങ്ങു നിൽക്കുന്നത് റഷ്യയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, റഷ്യ ചില സാങ്കേതികമായ തരത്തിലുള്ള വെടിനിർത്തലിന് അംഗീകാരം നൽകിയിരുന്നു. കരിങ്കടലിലെ ഇടപെടലെല്ലാം തന്നെ, കരിങ്കടലിലെ വെടിനിർത്തൽ ധാരണയെല്ലാം തന്നെ അത്തരത്തിൽ ഇടപെടലിന്റെ ഭാഗമാണ്. എന്നാൽ പൂർണ്ണമായ ഒരു വെടിനിർത്തലിനുള്ള സാധ്യത തുറക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ റഷ്യ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ വെടിനിർത്തലിലേക്ക് എത്താം എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് പരോക്ഷമായും അല്ലെങ്കിൽ ഒരു പരിധിവരെ പ്രത്യക്ഷമായും സെലൻസ്കി തന്നെ വ്യക്തമാക്കുന്നത്. യുദ്ധം നീളാൻ കാരണം റഷ്യയാണെന്ന് യുക്രൈൻ ആരോപിക്കുന്നു. ഈസ്റ്റർ വെടിനിർത്തൽ പോലും പാലിക്കുന്നില്ല റഷ്യ എന്നാണ് അവരുടെ ആരോപണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ. തുടരണം. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ വീണ്ടും ആക്രമിച്ച US. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. 2 ദിവസമായി ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ശക്തമായ ആക്രമണത്തിന് പിന്നാലെയാണിത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പെട്രോളിയം ഖനന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ സൈനിക വിഭാഗമായ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഐസൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഐസൻ, എന്തുകൊണ്ട് അമേരിക്ക ആക്രമണം തുടരുന്നു ഹൂതിക്ക് മേൽ? തീർച്ചയായും കൃഷ്ണരാജ്, അമേരിക്ക ഹൂതികളുടെ മേൽ, ഹൂതി ഭീകരരുടെ മേൽ ആക്രമണം തുടരുമെന്ന് വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് കൃത്യമായ ഒരു കാരണം, അടിസ്ഥാനപരമായ കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ചെങ്കടലിലെ വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുന്നതാണ് ഈ ഹൂതി വിമതരുടെ ഒരു ശൈലി. അത്തരത്തിൽ ലോകത്തെ മുഴുവൻ ഒരു വാണിജ്യ സ്തംഭനാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നീക്കം നടത്തുകയും ഒരു പരിധിവരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാവുകയും മിസൈൽ ആക്രമണം പോലും ഉണ്ടാവുകയും കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണവും അതുപോലെ അനുബന്ധ രീതിയിലുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ ഹൂതി വിമതർ നടത്തിക്കൊണ്ടാണ് അവരുടെ ഭീകര സ്വഭാവമുള്ള ആ ഒരു രാജ്യവാഴ്ചയെ അല്ലെങ്കിൽ ഒരു മിലീഷ്യയെ നിലനിർത്തിക്കൊണ്ടിരുന്നത്. ആ ഭീകര സ്വഭാവമുള്ള മിലീഷ്യയെ നിലനിർത്തുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ആക്രമണങ്ങളെ അനുവദിക്കാനാവില്ലെന്ന് ട്രംപ് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അറിയിക്കുകയും ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള നടപടികളാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച പുലർച്ചെയുമായും അല്ലെങ്കിൽ ഇന്നും ഈ ദിവസങ്ങളിലുമെല്ലാം തന്നെ തുടരുന്നത്, ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലും തുടർന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഹൂതി വിമതർ അല്ലെങ്കിൽ ഹൂതി ഭീകരർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ വിഭാഗം ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു വിധ്വംസക സ്വഭാവമുള്ള വിഭാഗം പശ്ചിമേഷ്യയിൽ വലിയ രീതിയിലുള്ള സമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഭാഗമാണ്. ഈ വിഭാഗത്തെ ഇല്ലാതാക്കേണ്ടത് ആ പ്രദേശത്തിന്റെ സുരക്ഷയുടെ അനിവാര്യതയാണ്. മാത്രമല്ല
ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളെ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ പിന്തുണയ്ക്കുന്ന മറ്റ് ഭീകര സംഘടനകൾക്ക് പല രീതിയിലുള്ള പിന്തുണയും ഇവർ നൽകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ, സാങ്കേതികമായും സൈനികമായുമുള്ള ആക്രമണങ്ങൾ മറ്റു രാജ്യങ്ങൾ കൃത്യമായും ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ നടത്തുമ്പോൾ അവർക്ക് അനുകൂല നിലപാടുമായി ആക്രമണം നടത്തുന്ന ഒരു നീക്കവും ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ശക്തമായ രീതിയിൽ ആദേശത്തെ സമാധാന ഭംഗത്തിന് ഭാഗം നിൽക്കുന്ന അല്ലെങ്കിൽ അത് കൂട്ടുനിൽക്കുന്ന ഒരു സ്വഭാവം ഹൂതികൾക്കുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹൂതികളെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന കൃത്യമായ നിലപാട് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തത്. ഇക്കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് യമനിലെ വ്യവസ്ഥാപിത ഭരണകൂടത്തിനും ഹൂതി നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങൾക്കും മിലീഷ്യയ്ക്കും അധികാരമുള്ള വലിയ പ്രദേശങ്ങളുണ്ട്. ഈ 2 പ്രദേശങ്ങളും 2 രാജ്യങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിൽ ഈ ഹൂതി വിമതർക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണം യമനിലെ വ്യവസ്ഥാപിത സർക്കാരിന് പ്രയോജനം ചെയ്തുവെന്നും വ്യവസ്ഥാപിത സംവിധാനങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ആ മേഖലയെ നിർബന്ധിക്കാനാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നും യമനിലെ വ്യവസ്ഥാപിത സർക്കാർ തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ യമനിലെ വ്യവസ്ഥാപിത സർക്കാർ ഹൂതി വിമതർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. അത്തരത്തിൽ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കടുത്ത നടപടികൾ തുടർച്ചയായി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനെ അനിവാര്യമായും ഇല്ലാതാക്കേണ്ട പ്രധാനപ്പെട്ട 2 ഭീകര സംഘടനകളിൽ അല്ലെങ്കിൽ 3 ഭീകര സംഘടനകളിൽ സുപ്രധാനമാണ് ഹൂതി വിമതർ അല്ലെങ്കിൽ ഹൂതി ഭീകരർ എന്നറിയപ്പെടുന്ന ഈ സംവിധാനം എന്നതുകൊണ്ട് തന്നെ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം തുടർച്ചയാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലും അതുപോലെ തന്നെ യമന്റെ വ്യവസ്ഥാപിത ഭരണകൂടം പോലും അതിനെ അനുകൂലിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമുള്ള ഘടകം. ലോകരാഷ്ട്രങ്ങൾ അതിന് പിന്തുണ നൽകുന്നതിന്റെ അടിസ്ഥാന കാരണം ചെങ്കടലിൽ ഇവർ നടത്തുന്ന കപ്പലുകൾക്ക് നേരെ, വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണമാണ്. നിലവിൽ ചെങ്കടൽ ഒഴിവാക്കി വലിയ കപ്പലുകൾക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. അത് വൻതോതിൽ ചെലവുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ലോകരാഷ്ട്രങ്ങളും ഈ ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ ഹൂതി വിമതരുടെ, ഹൂതി ഭീകരർ എന്ന് പറയപ്പെടുന്ന ആ സംവിധാനങ്ങൾ, മിലീഷ്യയുടെ ഒരു ചെങ്കടലിലെ ഇടപെടലിനെ ഒഴിവാക്കണമെന്ന ഒരു താല്പര്യവും ലോകരാഷ്ട്രങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്ക തുടർച്ചയായ ആക്രമണം ഹൂതി ഭീകരർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നതും. കൃഷ്ണരാജ്. അമേരിക്കയുടെ ഹൂതി കേന്ദ്രങ്ങളിലെ ആക്രമണം തുടരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. തൃശൂർ ബിഷപ്പ് ഹൗസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഈസ്റ്റർ ദിനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ ബിഷപ്പ് ഹൗസിൽ എത്തി. ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളെയും കണ്ടിരുന്നു. അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങി. തത്സമയ ദൃശ്യമാണ് കണ്ടത്. കണ്ണൂർ തളിപ്പറമ്പിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമി നരിക്കോട്ടില്ലത്തിൻ്റേതാണെന്ന വാദത്തിന് പിന്നാലെ നടപടികൾ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നരിക്കോട്ടില്ലത്തിൻ്റെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന അവകാശവാദം ഉയർത്തി ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തെ പിന്തുണയ്ക്കുന്ന CPM നയത്തിനെതിരെയും വിമർശനം ശക്തമാണ്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, ഈ തളിപ്പറമ്പിലെ വഖഫിൻ്റെ അവകാശവാദം, അതിനുള്ള മറുപടി, പ്രതിഷേധം ആകെ എന്താണ്? കൃഷ്ണരാജ്, നമുക്കറിയാം 600 ഏക്കറോളം ഭൂമിക്കാണ് കണ്ണൂർ തളിപ്പറമ്പിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ ഈ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമി മുഴുവൻ തളിപ്പറമ്പിലെ പ്രശസ്തമായ നരിക്കോട്ടില്ലത്തിൻ്റെതാണെന്ന് ഇപ്പോഴത്തെ അവകാശികളടക്കം വ്യക്തമാക്കുന്നൊരു സാഹചര്യമുണ്ടായി. മാത്രമല്ല, മുസ്ലിം ലീഗ് മാനേജ്മെന്റ് ഭരിക്കുന്ന സർ സയ്യിദ് കോളേജ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഒരു അഫിഡവിറ്റിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നുണ്ട്, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് നരിക്കോട്ടില്ലത്തിന്റെ ഭൂമിയാണ് എന്ന് അവർ തന്നെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഭൂമി മുഴുവൻ നരിക്കോട്ടില്ലത്തിൻ്റെതാണെന്ന അവകാശവാദവുമായി ഇപ്പോഴത്തെ തലമുറ രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നിയമ നടപടികളടക്കം സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഈ വഖഫ് ബോർഡിൻ്റെതടക്കമുള്ള നടപടികൾ പുനഃപരിശോധിക്കണമെന്നൊരു ആവശ്യം ശക്തമായി ഉയരുന്നത്. മാത്രമല്ല, CPMന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ ഒരു വഖഫ് സംരക്ഷണ സമിതി എന്നൊരു സമിതി
ഉണ്ടാക്കി ഈ വഖഫിന്റെ ഭൂമി തിരിച്ചു പിടിക്കണമെന്നൊരു ആവശ്യം ഉയർത്തി അവർ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഏതാണ്ട് 100-ലേറെ ആളുകൾക്ക് അല്ലെങ്കിൽ 600 ഏക്കറോളം ഭൂമിയിൽ താമസിക്കുന്ന 100-ലേറെ ആളുകൾക്ക് ഈ വഖഫ് ബോർഡിന്റെ നോട്ടീസ് തളിപ്പറമ്പിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കുടിയൊഴിപ്പിക്കണമെന്നാണോ CPM അടക്കമുള്ള സംഘടനകൾ പറയുന്നത് എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് CPM-ന്റെ അടക്കം ഈ നടപടികൾ പുനഃപരിശോധിക്കണമെന്നൊരു ആവശ്യവുമായി BJP അടക്കം രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. കാരണം ഒരു സുപ്രഭാതത്തിൽ വന്നാണ് ഈ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് വഖഫ് ബോർഡിന്റെ സ്ഥലമാണ്, അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് സാധാരണക്കാരനായ ജനങ്ങൾക്ക് നോട്ടീസ് ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ അത് വഖഫ് ഭൂമി അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അതിന്റെ ഉടമസ്ഥന് മാത്രമാണ്. അത്തരമൊരു ഗതികേടിലേക്കാണ് തളിപ്പറമ്പിലെ പല ആളുകളും പോയിരിക്കുന്നത്. മാത്രമല്ല ഈ വഖഫിന്റെ പേര് പറഞ്ഞ് കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്നൊരു ആശങ്കയിൽ നിൽക്കുന്ന ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് അവരുടെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്ന ഒരു നടപടിയാണ് CPM നടത്തുന്നതെന്ന് വിമർശനവും ഉയരുന്നുണ്ട്. കാരണം CPM അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്ന ആശങ്കയുള്ള ജനങ്ങൾക്ക് വേണ്ടിയല്ല, അവിടെ വഖഫ് ബോർഡിന്റെ ഭൂമി തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. മാത്രമല്ല ഈ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമി യഥാർത്ഥ ഉടമകൾ തങ്ങളാണെന്ന് നരിക്കോട്ടില്ലത്തിന്റെ ആളുകൾ പറഞ്ഞതോടുകൂടി ഈ വഖഫ് ബോർഡിന്റെ അവകാശവാദം ഉൾപ്പെടെ സംശയത്തിന്റെ നിഴലിലാകുന്നൊരു സാഹചര്യം കൂടി അവിടെയുണ്ട്. കൃഷ്ണരാജ്, ഈ മിഥുൻ പിള്ള, ഇതിപ്പോൾ ഈ അവകാശവാദം ഉന്നയിക്കുന്നു എന്നത് അവിടെ നിൽക്കട്ടെ, മറുവശത്ത് ആ വാദം തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടും അതിനെ പിന്തുണയേറിയിട്ടും എന്തുകൊണ്ട് വഖഫ് അതേ നിലപാടിൽ തുടരുന്നു? കൃഷ്ണ, അതുതന്നെയാണ് ഇതിലൊരു സംശയം ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ 600 ഏക്കറോളം ഭൂമി വഖഫിൻ്റേതാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന രേഖകളൊന്നും വഖഫിൻ്റെയും കയ്യിലില്ല എന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം സാധാരണഗതിയിൽ വഖഫ് ബോർഡ് ഒരു ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് വന്നു കഴിഞ്ഞാൽ ഏത് ഭൂമിയിലാണ് അവകാശവാദം ഉന്നയിച്ചത് അതിൻ്റെ ഉടമയ്ക്ക് അത് വഖഫ് അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അതിൻ്റെ ഉടമയ്ക്കാണ്. അത്തരത്തിൽ വളരെ പെട്ടെന്നൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുന്നൊരു നിലപാടാണ് വഖഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ഇതിന് ബദലായി ഇത് വഖഫ് ഭൂമിയല്ല, നരിക്കോട്ടില്ലത്തിൻ്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശികൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിലവിൽ വഖഫ് ബോർഡ് മൗനം പാലിക്കുകയാണ്. ഇനി ഈ നരിക്കോട്ടില്ലത്തിൻ്റെ ആളുകൾ പഴയകാല രേഖകൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് രംഗത്ത് വരികയാണെങ്കിൽ അത് വഖഫ് ബോർഡിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ ഈ വഖഫ് ബോർഡിന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്ന ആശങ്കയിൽ നിൽക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു നടപടി കൂടിയായിരിക്കും ഇതുണ്ടാക്കുക. കൃഷ്ണരാജ്, വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും നാളെ തൃശ്ശൂരിൽ തുടക്കമാകും. നാളെ മുതൽ മെയ് 10 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും സംസ്ഥാന പ്രസിഡന്റ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആദ്യ സംസ്ഥാനതല പര്യടനം കൂടിയാണ് നാളെ ആരംഭിക്കുന്നത്. വിവരങ്ങളുമായി പ്രജിത് മോഹനനൊപ്പം ചേരുന്നു. പ്രജിത്ത്, പുതിയ അധ്യക്ഷൻ, പുതിയ തുടക്കം, അതിനുള്ള പുതിയ പദ്ധതി, അതല്ലേ ഈ കൺവെൻഷനുകൾ, നേതൃയോഗങ്ങൾ? അങ്ങനെയാണ് കൃഷ്ണരാജ്. നാളെ മുതൽ നീണ്ടു നിൽക്കുന്ന മെയ് 10 വരെ നീണ്ടു നിൽക്കുന്ന കൺവെൻഷനുകളും നേതൃയോഗങ്ങളുമായി BJPയുടെ ഒരു പുതിയ തുടക്കം എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് സംഘടനാ തലത്തിൽ പരിപാടികളുമായി പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് നാളെ തൃശ്ശൂരിൽ തുടങ്ങുന്ന ഈ പറയുന്ന കൺവെൻഷനുകളും നേതൃയോഗങ്ങളും ഒക്കെ അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇത്തരം നേതൃയോഗങ്ങളിൽ പുതിയ BJPയുടെ കേരളത്തിലെ പുതിയ സംഘടനാ രീതികൾ അല്ലെങ്കിൽ പ്രവർത്തന രീതികളൊക്കെ കൃത്യമായി അവതരിപ്പിക്കപ്പെടുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യമെന്ന് പറയുന്നത്. കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും സംസ്ഥാന അധ്യക്ഷൻ യാത്ര ചെയ്യും. അതിനൊപ്പം പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്, ഇപ്പോൾ BJPയുടെ മിഷൻ 2025 അടക്കമുള്ള കാര്യങ്ങൾ കൂടുതലായി പ്രവർത്തകരിലേക്കൊക്കെ എത്തിക്കുമെന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷമുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആദ്യ സംസ്ഥാനതല പര്യടനം കൂടിയാണ്. ഇപ്പോൾ BJP നേതാവ് പത്മിനി തോമസ് അടക്കമുള്ളവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിലവിൽ ഇന്ന് ഈസ്റ്റർ ദിനമാണ്. ഈസ്റ്റർ ദിനത്തിൽ സംസ്ഥാനത്തെ വിവിധ പള്ളികളിലും ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുടെ
ഇടയ്ക്കുമൊക്കെയുള്ള കൂടിക്കാഴ്ചകളുമായി സംസ്ഥാന തലത്തിൽ നേതാക്കൾ മുന്നോട്ട് പോകുന്നു. ബൂത്ത് തലം മുതൽ BJPയുടെ പ്രവർത്തകർ ഇത്തരത്തിൽ ഈസ്റ്റർ ദിനാഘോഷങ്ങളുടെയൊക്കെ ഭാഗമാകുന്നുണ്ട്. നേരത്തെ സ്നേഹ സന്ദേശ യാത്രകളൊക്കെ BJP നടത്തിയെങ്കിലും അതിൽ കൂടുതൽ പ്രാദേശിക തലങ്ങളിലേക്ക് മാത്രം പ്രവർത്തകരുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ BJP നേതാവ് പത്മിനി തോമസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ പുതിയൊരു സംഘടനാ വർഷമാണ്, പുതിയ സംസ്ഥാന അധ്യക്ഷനാണ്. എങ്ങനെയാണ് ഈ പുതിയ നേതൃത്വത്തിൻ്റെ ഈ പുതിയ പദ്ധതികളെയുമൊക്കെ BJP പ്രവർത്തകരൊക്കെ നോക്കിക്കാണുന്നത്? വളരെ നല്ലൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കാര്യം നമുക്കറിയാം, നമുക്ക് വികസിതമായ ഒരു കേരളം വരണം. ഇപ്പം തന്നെ അറിയാം, നമ്മുടെ 2 രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി ഭരിച്ചിട്ട് ഇപ്പം തിരുവനന്തപുരത്തെ തന്നെ എടുക്കാം. നമുക്ക് തിരുവനന്തപുരത്ത് എന്ത് വികസനമാണ് നമുക്ക് ഉള്ളത്? ഒന്നും തന്നെ പറയാനില്ല. ഇപ്പം തന്നെ നമുക്ക് തരാം, കേന്ദ്രത്തിൻ്റെ ഇതിൽ നടക്കുന്ന ഈ റോഡുകളിൽ കൂടി ഇപ്പം നടന്നു കഴിഞ്ഞാൽ, പണ്ട് ഞാൻ സ്പോർട്സിനൊക്കെ പോകുമ്പോഴത്തേക്ക് ജർമ്മനിയിലും ലണ്ടനിലുമൊക്കെ കണ്ട റോഡുകളാണ് ഇന്ന് കാണുന്നത്. കേന്ദ്ര രീതിയിലാണെങ്കിൽ വൻ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുക. എത്ര കാര്യങ്ങളാണ് മോദിജി ചെയ്യുന്നത്. മോദിജി ഒരു ഉരുക്ക് മനുഷ്യനെന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ചാൽ വികസിത കേരളം, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് പ്രാതിനിധ്യം, കറപ്ഷൻ ഇല്ലാത്ത ഒരു ഭരണം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമായിട്ട് റോട്ടിൽ കൂടെ ഇറങ്ങി ഏത് രാത്രിയിലും നടക്കാനായിട്ട് സാധിക്കണം. നമ്മൾ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ആയാലും ഇല്ലയെന്നല്ല പറയുന്നത്, കയറി ഏത് രാത്രിയിലും സ്ത്രീകൾക്ക് ചെല്ലാൻ സാധിക്കണം. സ്ത്രീകൾക്ക് എത്ര രാത്രിയിലും എവിടെയും പോകാനും കാര്യങ്ങൾ അറിയാനും ഒക്കെയുള്ള ഒരു ഇതുണ്ടാകണം. അതുപോലെ തന്നെ ഇവിടെ BJP ഒരു ഭരണം കാഴ്ചവെക്കണം. അടുത്ത നമ്മുടെ മന്ത്രിസഭ BJP ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. BJP സംസ്ഥാന അധ്യക്ഷരടക്കം ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഈ ഈസ്റ്റർ ദിനാഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ്. നേരത്തെ സ്നേഹയാത്രകളൊക്കെ ഈസ്റ്റർ ദിനത്തിൽ BJP നടത്തിയിട്ടുണ്ടെങ്കിലും ഇതൊരു കൂടുതൽ അടിത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനം, ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ എല്ലാ ആഴങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രവർത്തനം, അതിനെ എങ്ങനെയൊക്കെയാണ് കാണുന്നത്? നമുക്ക് നമ്മുടെ പേര് തന്നെ ഭാരതീയ ജനതാ പാർട്ടി എന്നാണല്ലോ. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക, ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്താണ്, സാഹോദര്യവും സമാധാനവും സന്തോഷവും ഒക്കെയുള്ള ജീവിതം. നമ്മുടെ രാജ്യം സമ്പന്നമാകണം. നമ്മുടെ കേരളം അതുപോലെ തന്നെ എല്ലാ രീതികളിലും മുൻപിലെത്തണം. എല്ലാ രംഗത്തായാലും നമുക്കറിയാം, ഇപ്പോൾ കായിക രംഗം തന്നെ നോക്കുക, നമ്മളിപ്പോൾ ഒരുപാട് പുറകിലാണ്. പഴയ ആ ഒരു ഉയർച്ചയൊന്നും കായിക രംഗത്തും ഇല്ല. അതിനൊക്കെ ഒരു മാറ്റം വരണം. എനിക്ക് ഈ ഈസ്റ്റർ ദിനത്തിൽ ഒരു സങ്കടവും കൂടെ പറയാനുണ്ട്. നമുക്കറിയാം, നമ്മുടെ ആശാ വർക്കേഴ്സും പോലീസിലെ PSC അവരൊക്കെ ഇന്ന് ആ നടയിലിരിക്കുമ്പം ഇതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കണം. സ്ത്രീകളാണ്, അവർ കഷ്ടപ്പെട്ട ഒരു ജോലി നേടി ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതാത് സമയത്ത് ജോലി കൊടുക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ കാര്യത്തിലായാലും നമുക്കറിയാം, നമ്മളൊരു മാർക്കറ്റിൽ പോയി ഒരു കിലോ അരി മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കിലോ ഉള്ളി മേടിക്കണമെങ്കിൽ എത്രയാണ്, അപ്പോൾ അവർക്ക് പൈസകൾ കൂട്ടി കൊടുക്കണം. ദെൻ ആൻഡ് ദെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. BJP വന്നാൽ ഇതിലൊക്കെ മാറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണ്, പുതിയ തുടക്കമാണ്, മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് പാളയം ലൂർദ് ഫെറോന പള്ളിയിൽ ആലഞ്ചേരി പിതാവുമായിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചയുണ്ട്. സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ BJPയുടെ നേതാക്കൾ ഈസ്റ്റർ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ബൂത്ത് തലം മുതൽ പ്രാദേശിക തലം മുതൽ. ഇന്ന് ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ആശംസകൾ നേരുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു വാക്കുണ്ട്. യേശുദേവൻ പകർന്നു നൽകിയ സ്നേഹത്തിൻ്റെ സന്ദേശം വികസിത കേരളത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്നാണ്. അതായത് വാക്കുകളിൽ, പ്രയോഗങ്ങളിലൊക്കെയും സന്ദേശങ്ങളിലൊക്കെയും വികസിത കേരളം എന്ന ആശയം പറഞ്ഞു വയ്ക്കുകയാണ്, പറഞ്ഞു തുടരുകയാണ് സംസ്ഥാന അധ്യക്ഷൻ. അതിന് പ്രവൃത്തിയിലേക്ക് എന്ന സൂചനയുണ്ടോ ഈ തുടക്കത്തിന്? കൃഷ്ണരാജ് കൃത്യമായ സന്ദേശം കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ആദ്യ ദിവസം മുതൽ തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന തലത്തിൽ BJPയുടെ സംസ്ഥാന സമിതിയോ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളോ എന്നുള്ളതിനപ്പുറത്തേക്ക് വികസിത കേരളത്തിനായുള്ള ഒരു കൂട്ടായ്മ, കാഴ്ചപ്പാട് എന്നിവയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ആദ്യഘട്ടം മുതൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ടിയുടെ പരിപാടികളാണെങ്കിലും ശരി, പാർട്ടിയുടെ യോഗങ്ങളിലാണെങ്കിലും ശരി, അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളിലും ആ വികസിത കേരളം എന്നുള്ള കാഴ്ചപ്പാട്, ആ സന്ദേശം അദ്ദേഹം കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നാളെ മുതൽ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പുതിയ അദ്ദേഹത്തിൻ്റെ സംസ്ഥാന തലത്തിലുള്ള യാത്രകളടക്കം തുടങ്ങുന്നു. ഈ കൺവെൻഷനുകളിലും യോഗങ്ങളിലും എല്ലാം അദ്ദേഹം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് BJPയുടെ വിഷൻ 2025, BJPയുടെ വികസിത കേരളത്തിലേക്കുള്ള കാഴ്ചപ്പാടുകൾ, അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയെന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു സാധാരണ പൊളിറ്റീഷ്യൻ അല്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ കൃത്യമായും വ്യക്തമായും അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. ആ വികസിത കാഴ്ചപ്പാടുകൾ, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന കാലമടക്കമുള്ള ആ നടപടികൾ, അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ, അത് താഴെ തട്ടിലേക്ക്
നേതൃത്വത്തിലേക്ക് എത്തിക്കുക, കേരളത്തിൻ്റെ ഒരു അവികസിതമായ ഒരു സാഹചര്യത്തെ വികസിത അന്തരീക്ഷത്തിലേക്ക് മാറ്റുക. പല അവസരങ്ങളും വന്നപ്പോഴും അതെല്ലാം കേരളം തട്ടിക്കളഞ്ഞ സാഹചര്യങ്ങൾ പോലും നിലനിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്ക് വാർത്തകളായി നൽകിയ പൂവാറിലേക്കുള്ള കപ്പൽ നിർമ്മാണശാലയ്ക്ക് പോലും ഇതുവരെ കേന്ദ്രം അതിന് കത്തയച്ചിട്ട് പോലും കൃത്യമായൊരു മറുപടി നൽകാൻ പോലും സംസ്ഥാനം ഇതുവരെയും തയ്യാറായിട്ടില്ലാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ വികസനത്തിന് വരുന്ന ഓരോ അവസരങ്ങളും തട്ടിക്കളയുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുന്നു. പക്ഷേ കേരളത്തെ വികസിതമാക്കി മാറ്റാൻ, ആ വികസിത സന്ദേശവും നൽകാൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടുതൽ ശക്തമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഓരോ സന്ദേശത്തിലും ഇപ്പോൾ ഈസ്റ്റർ ദിനത്തിലാണെങ്കിലും അദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചാണ്, കേരളത്തിൻ്റെ വികസനത്തിൽ വേണ്ടി വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും നാളെ മുതൽ ഈ മേഖലാ കൺവെൻഷൻ യോഗങ്ങളിലും ഭാരവാഹി യോഗങ്ങളിലും എല്ലാം കൃത്യമായ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടുകൾ, നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസനത്തിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, അല്ലെങ്കിൽ അത് കേരളത്തിൽ കൂടുതൽ രീതിയിൽ നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതകൾ, താഴെ തട്ടിലേക്ക് ഈ വികസന കാഴ്ചപ്പാടുകൾ എത്തിക്കേണ്ടതിൻ്റെ സന്ദേശം തുടങ്ങിയവ തന്നെയായിരിക്കും അദ്ദേഹം നൽകുക. എന്തായാലും നാളെ തൃശ്ശൂരിൽ ആരംഭിക്കുന്ന ഈ യോഗം രാഷ്ട്രീയ കേരളം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത് നൽകുന്ന, അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും ആ യോഗങ്ങളുടെയൊക്കെ വരുന്ന അജണ്ടകളും ചർച്ചകളും എല്ലാം വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കൃഷ്ണരാജ്. ശരി, BJP സംസ്ഥാന അധ്യക്ഷൻ ആയ ശേഷം വലിയൊരു പരിപാടിയിലൂടെ തുടക്കമിടുന്നു രാജീവ് ചന്ദ്രശേഖർ. അതായത് വികസിത കേരളം കൺവെൻഷനുകൾക്ക്, ജില്ലാ നേതൃയോഗങ്ങൾക്ക് തൃശ്ശൂരിൽ നാളെ തുടക്കമാവുകയാണ്. ഇതൊരു പുതിയ തുടക്കമാണ്, മാറ്റത്തിൻ്റെ പുതിയ തുടക്കമെന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയാണ് പ്രവർത്തകരും നേതാക്കളുമൊക്കെയും. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. പരിഹാരമില്ലാതെ ആശമാരുടെ സമരം 70 ദിവസം തുടരുന്നു. നിരാഹാര സമരം 32ാം ദിവസമാണ്. ആശമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച് കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ടിൻഡു ദാസ് ഒപ്പം ചേരുന്നുണ്ട്. ടിൻഡു, CPO വനിതാ ഉദ്യോഗാർത്ഥികളുടെ കണ്ണുനീർ നമ്മൾ ഇന്നലെ കണ്ടതാണ്, അവരുടെ വെളിപ്പെടുത്തലുകൾ നമ്മൾ ഇന്നലെ കേട്ടതാണ്. അതിനും ദിവസങ്ങൾക്ക് മുൻപേ സമരമിരുന്നവർ ഇപ്പോഴും അത് തുടരുന്നു. അവരുടെ നിലപാടിലൊട്ടും മാറ്റവുമില്ല. പക്ഷേ ചർച്ചകളെന്ന പേരിൽ വിളിച്ചു വരുത്തി അവഹേളിക്കൽ, അത് CPO ഉദ്യോഗാർത്ഥികളും ഇന്നലെ പറഞ്ഞതാണ്. അതേപടി തന്നെയായിരുന്നു ആശമാരുടെ അനുഭവവും. അവരെ തുടരെ പരിഹസിക്കുകയാണ് ഇടതു നേതാക്കൾ ഇപ്പോഴും. ഈ സമര നേതാക്കൾ എന്തു പറയുന്നു? തീർച്ചയായിട്ടും കൃഷ്ണരാജ, ഇന്ന് ആശമാരുടെ സമരം 70ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രാപ്പകൽ സമരം 70ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിരാഹാര സമരം 32ാം ദിവസവുമായിട്ടുണ്ട്. ആശമാർക്ക് ഇതുവരെ ഇവിടെ നിന്നും അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ആശമാർ നടത്തേണ്ടത് ഒരു 4ാം ഘട്ട സമര പ്രഖ്യാപനമാണ്. 3 ഘട്ട സമരങ്ങൾ, വിവിധ തരത്തിലുള്ള സമരങ്ങൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെയോ മനസ്സ് അലിഞ്ഞിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു 4ാം ഘട്ട സമര പ്രഖ്യാപനത്തിലേക്ക് ആശമാർ ഒരുങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രാദേശിക നേതൃത്വങ്ങളെ പ്രാദേശിക സഹായങ്ങളോടെ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള സപ്പോർട്ട് കൂടി സമരം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് അടുത്ത നീക്കമെന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 70 ദിവസമായി രാവും പകലുമില്ലാതെ മഴയും വെയിലും കൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാർ സമരം കിടന്നു. ഏതാണ്ട് 5 ഘട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ 5 ഘട്ട ചർച്ചകളിലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീണ ജോർജിൻ്റെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യമല്ലാതെ, വാശിയല്ലാതെ മറ്റൊന്നും വിജയിച്ചിട്ടില്ല. ഈ ആശമാരെ സമരത്തിന് ആശമാരെ ചർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്ത് ആശമാരെ ആ ക്യാബിനിൽ ഇരുത്തിക്കൊണ്ട് സംസാരിച്ചത് ഇങ്ങനെയാണ്. INTC നേതാവ് R ചന്ദ്രശേഖരൻ ചർച്ചയ്ക്ക് വിളിച്ചത് കൊണ്ടാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഒരു ചർച്ചയുടെ തുടക്കം മുതൽ തന്നെ അവരെ നിർവീര്യപ്പെടുത്തുക. അതായത് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരാണ്, രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലവുമില്ല, സാധാരണ വീടുകളിൽ പോയി അവരുടെ ജോലികൾ ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആശാപ്രവർത്തകർ. അപ്പോൾ അവരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടായത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ആശമാരുടെ പ്രശ്നം അല്ലെങ്കിൽ ആശാവർക്കർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ ഈ സമരത്തെ ഇവിടെ നിന്നും അല്ലെങ്കിൽ ഈ സമരത്തിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കാനോ സർക്കാർ ശ്രമിക്കുന്നില്ല. അതുതന്നെയാണ് 70ാം ദിവസവും ഈ സമരം
പിന്നിടുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും പറയാൻ സാധിക്കുന്നത് നിരാഹാര സമരം ഏതാണ്ട് 32 ദിവസത്തോളമായിട്ടുണ്ട്. എന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എത്ര രൂപ ഓണറേറിയമായി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് അങ്ങോട്ടൊരു ഡിമാൻഡ് ആശാവർക്കർമാർ വെച്ചിരുന്നു. എത്ര രൂപ നിങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാരിന് എത്ര രൂപ ഓണറേറിയമായി വർദ്ധിപ്പിക്കാൻ സാധിക്കും? അതായത് 21,000 രൂപ വർദ്ധിപ്പിക്കേണ്ട നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നും എത്ര രൂപ കൂടി ആശാവർക്കർമാർക്ക് കൂട്ടിത്തരാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ട് പോലും ഇതെന്താ ലേലം വിളിക്കുകയാണോ അല്ലെങ്കിൽ ഇതെന്താ നിങ്ങൾ ബാർഗെയിൻ ചെയ്യാൻ വന്നതാണോ എന്ന് പുച്ഛത്തോടെയാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഒരു ചോദ്യം ഉയർന്നത്. അപ്പോൾ നീതി നൽകേണ്ട, നീതി മനഃപൂർവ്വം നിഷേധിക്കപ്പെടുന്നു അല്ലെങ്കിൽ നീതി നൽകേണ്ട എന്ന തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. സർക്കാരിൻ്റെ അടിസ്ഥാന വർഗ സമരങ്ങളോടുള്ള നിലപാട് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ്. വളരെ സാധാരണക്കാരായിട്ടുള്ള അടിസ്ഥാന വർഗത്തിലുള്ള തൊഴിലാളികൾ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുമ്പോൾ സർക്കാരിന് സമരങ്ങളോടുള്ള സമീപനം പുച്ഛവും പരിഹാസവുമാണ്. അതോടൊപ്പം തന്നെ ഇടതിടങ്ങളിൽ നിന്നും ഇവർ നേടുന്ന സൈബർ ബുള്ളിങ് അത് വേറെ. അപ്പോൾ ഇന്നലെ CPO സമരക്കാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടതാണ് ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ ഉദ്യോഗാർത്ഥികൾ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. കാരണം സമരം ചെയ്ത് നീതി കിട്ടിയില്ല എങ്കിൽ പോലും പല ഘട്ടങ്ങളിൽ ഇടത് നേതാക്കളും അത്തരത്തിലുള്ള ഇടങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൈബർ ആക്രമണങ്ങൾ, അത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അപ്പോൾ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീകളാണെന്ന് തോന്നുന്നു ഈ വർഷം സെക്രട്ടേറിയറ്റ് പടിക്കൽ 2ാം പിണറായി സർക്കാരിനെതിരെ ഇത്തരത്തിൽ സമരവുമായി എത്തിയിട്ടുള്ളത്. ഈ സ്ത്രീകൾ ചെയ്യുന്ന സമരങ്ങളോടുള്ള സമീപനം സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും അത് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അത് മുഖ്യമന്ത്രി കഴിഞ്ഞ 2 തവണയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. ആശാമാരുടെ സമരത്തിൽ സർക്കാരിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ സർക്കാർ ഈ സമരം ഇതുവരെ കണ്ടില്ല എന്നും സർക്കാരിൻ്റെ ഒരു പരിഗണനാ വിഷയമായി എടുത്തിട്ടില്ല എന്നും വേണം മനസ്സിലാക്കേണ്ടത്. കൃഷ്ണരാജ്, ആശമാരുടെ സമരം അതേപടി തുടരുകയാണ്. സർക്കാർ ഇപ്പോഴും കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല. പരിഹാസം, അധിക്ഷേപമൊക്കെ അതേപടി തുടരുകയും ചെയ്യുന്നു. പക്ഷേ ഞങ്ങളുടെ അവകാശങ്ങൾ കിട്ടും വരെ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന നിലപാടിലാണ് ആശമാർ. ഒന്ന് ഓർക്കണം, കുടുംബം അതൊക്കെ ഉപേക്ഷിച്ച് അവർ ഇങ്ങനെ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ കൊടും ചൂടത്ത്, മഴയെങ്കിൽ മഴയത്ത് അങ്ങനെ അതിജീവന സമരം നടത്തുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്. ക്ഷേത്രോത്സവത്തിൽ വീണ്ടും വിപ്ലവഗാനവുമായി ആലോഷി. ആറ്റിങ്ങൽ അവനവനഞ്ചേരി ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഗസൽ പരിപാടിക്കിടെയായിരുന്നു വിപ്ലവഗാനാലാപനം. കഴിഞ്ഞ മാസം കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം ആലപിച്ച സംഭവത്തിൽ അലോഷിയെ 1ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. മധുര സമര രംഗഭൂമി ഇന്നുയർന്ന പൂക്കളെ നൂതനാശയങ്ങളെ നൂതനേതിഹാസ മധുര സമര രംഗഭൂമി ഇന്നുയർന്ന പൂക്കളെ നൂതനാശയങ്ങളെ. വിവരങ്ങളുമായി ടിൻഡു തന്നെ ഒപ്പം ചേരുന്നുണ്ട്. ടിൻഡു, ഈ കടക്കലിൽ വിപ്ലവഗാനം പാടി വലിയ വിവാദമായപ്പോൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് അലോഷി പറഞ്ഞത്. അതായത് പ്രേക്ഷകർ ആവശ്യപ്പെട്ടു പാടിയെന്ന്. അവിടെ ഒരു തിരുത്തിനു വേണ്ടിയാണല്ലോ എല്ലാവരും ശ്രമിച്ചത്. ഇപ്പോൾ വീണ്ടും അത് പാടുന്നു. അലോഷി ബോധപൂർവമോ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അലോഷിയുടെ പാട്ടുകളിലെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, അലോഷി പാടുന്നു. പക്ഷേ കൃഷ്ണരാജ് പറഞ്ഞ പോലെ തന്നെ നമുക്കത് ഇങ്ങനെ തന്നെ പറയാം, അലോഷി ബോധപൂർവം തന്നെയാണ് പാടുന്നത്. കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തിന് ശേഷം അലോഷിയുടെ പേരിൽ കേസെടുക്കുകയും അത് അറസ്റ്റ് വരെയുള്ള ഘട്ടങ്ങളിലേക്ക് എത്തുകയൊക്കെ ചെയ്തിരുന്നത് വലിയ രീതിയിലുള്ള വിവാദമാവുകയാണ്. നമുക്കറിയാം, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പരിഗണനയിലുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരം വിപ്ലവഗാനങ്ങളോ അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനമുള്ള പ്രവർത്തനങ്ങളോ എന്നും നടത്താൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുള്ളതാണ്. അതായത് ദേവസ്വം ബോർഡ് തന്നെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പാർട്ടി പരിപാടികൾ മറ്റും സംഘടിപ്പിക്കുന്നത് വേറെയാണ്. പക്ഷെ അതിനപ്പുറം
അധികാര തലങ്ങൾക്കും അപ്പുറം പാർട്ടിയുടെ പ്രചാരകനായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ ഈ PR പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അലോഷി എന്ന് പറയാം. അപ്പോൾ അലോഷിക്കുൾപ്പെടെ സുഗമമായിട്ട് ഇത്തരത്തിൽ കേരളത്തിലുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോയി ഈ വിപ്ലവ ഗാനങ്ങൾ പാടാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ ഈ വിപ്ലവ ഗാനങ്ങൾ പാടുകയും ആരെയും പേടിയില്ലാതെ അത് പാടി തിരികെ പോകാനും സാധിക്കുന്നു. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ അവനവഞ്ചേരി ക്ഷേത്രത്തിൽ ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിൽ നടന്ന ഈ വിപ്ലവ ഗാനം ഒന്ന് കാണാൻ സാധിക്കും. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്ക് പുറമെ ക്ഷേത്രങ്ങളിലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുമ്പോൾ ആളുകൾ ആവശ്യപ്പെടുന്നത് പ്രകാരമാണ് ഇത്തരത്തിലുള്ള സംഗീത നിശകൾ നടത്തുന്നതും പാട്ടുകൾ പാടുന്നതും എന്നൊക്കെയാണ് അലോഷി പറയുന്നതെങ്കിലും അവിടെ ബോധമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഈ ഇടത് പാർട്ടി നയങ്ങളെ അല്ലെങ്കിൽ ഇടത് പാർട്ടിയുടെ ആശയങ്ങളെ കുത്തി നിറയ്ക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ള ആളുകൾ വരെ ഒരുപോലെ കാണാൻ വരുന്നൊരു പരിപാടിയാണ്. ഈ പരിപാടിയിൽ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള കുത്തിവെക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ മനഃപൂർവ്വം അലോഷി പാടുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിൽ അവനവഞ്ചേരി ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിൽ നടന്ന ഈ വാർത്തയിലേക്ക് വരാം. ടിൻഡു തുടരണം. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാളയം പള്ളിയിലേക്ക് എത്തുകയാണ്. ഹലോ മുൻ കേന്ദ്രമന്ത്രി BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാളയം പള്ളിയിൽ എത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശം നമ്മൾ നേരത്തെ കേട്ടതാണ്. ഈ ഈസ്റ്റർ ദിനത്തിൽ പങ്കുവയ്ക്കാനുള്ളത് എന്തെന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു. യേശുദേവൻ പകർന്നു നൽകിയ സ്നേഹത്തിൻ്റെ സന്ദേശം വികസിത കേരളത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വികസിത കേരളം BJPക്ക് ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൻ്റെ തുടക്കമാണ് ഈ ഈസ്റ്റർ ദിനം എന്ന് അദ്ദേഹം പറയുകയായിരുന്നു എന്ന് വ്യക്തമാണ്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ പാളയം പള്ളിയിലേക്ക് എത്തുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ഒരു കൂടിക്കാഴ്ച അവിടെ നടക്കും. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഒരു പുതിയ തുടക്കം, മാറ്റത്തിൻ്റെ സന്ദേശമാണ് അദ്ദേഹം ഈസ്റ്റർ ദിനത്തിൽ നൽകിയത്. പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നത്. പ്രജിത്ത്, അല്പം മുമ്പ് അവിടെ BJP നേതാക്കളുമായി നമ്മൾ സംസാരിച്ചിരുന്നതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ. അല്പം മുൻപാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേഷ് സത്യനി തോമസിനുള്ള നേതാക്കളുമായി ഒപ്പമാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ഇപ്പോൾ അദ്ദേഹം ആലഞ്ചേരി പിതാവിനും സന്ദർശിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആലഞ്ചേരി പിതാവ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തും. ഇവിടുത്തെ കോൺഫറൻസ് ഹാളിലേക്കാണ് ഈ കൂടിക്കാഴ്ചയ്ക്കായി പോകുന്നത്. രാവിലെ ഈസ്റ്റർ ദിന സന്ദേശങ്ങൾ കൈമാറിയതിനു ശേഷമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു പുതിയ തുടക്കത്തിന് മുന്നോടിയായി തന്നെ കേരളത്തിലെ പ്രമുഖനായ ഒരു സഭാ അധ്യക്ഷനെ അല്ലെങ്കിൽ ഒരു വൈദികരെ കണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ബിഷപ്പിനെ കണ്ട് അവരൊരു ഈസ്റ്റർ ദിന സന്ദേശങ്ങളും അല്ലെങ്കിൽ ഈസ്റ്റർ ദിന ആശംസകളുമൊക്കെ കൈമാറുന്നതിൻ്റെ ഒരു തുടക്കമാണ്. ഇപ്പോൾ മാറാലഞ്ചേരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ ലൂർദ് ഫെറോന പള്ളിയിലെ ഒരു കൺവെൻഷൻ ഹാളിൽ വെച്ചിട്ടാണ് ഈ കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുന്നത്. ആദ്യം അദ്ദേഹം പള്ളിയിൽ സന്ദർശനം നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ മാറാലഞ്ചേരിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. ഇന്ന് സംസ്ഥാന അധ്യക്ഷനൊപ്പം തന്നെ വിവിധ നേതാക്കളും സംസ്ഥാന നേതാക്കളും ബൂത്ത് തലം മുതൽ തന്നെ BJPയുടെ പ്രവർത്തകരുമെല്ലാം ഈ ഈസ്റ്റർ ദിനത്തിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. 2023 2024 ഈ രീതിയിൽ ഈസ്റ്റർ ദിനത്തിൽ BJPയുടെ സ്നേഹയാത്രകളൊക്കെ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള
ഒരു സന്ദർശനം. അത് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചതുപോലെ ഈ ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി ബൂത്തുകളിലും പഞ്ചായത്തുകളിലും അടക്കം BJP പ്രവർത്തകർ ഈ ആഘോഷങ്ങളിൽ മുന്നിട്ടിറങ്ങുന്നുണ്ട്. ഇത്തവണത്തെ ഈസ്റ്റർ ദിനത്തിൽ എല്ലായിടത്തും BJP പ്രവർത്തകർ ക്രൈസ്തവ സമൂഹത്തിനൊപ്പം ആഘോഷങ്ങളിൽ ഭാഗമാകണമെന്നുള്ള ഒരു നിർദ്ദേശവും സംസ്ഥാന തലത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കുകയും വിവിധ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദേവാലയങ്ങളിലും മതമേലധ്യക്ഷന്മാരെ സന്ദർശിച്ച് സ്നേഹ സന്ദേശങ്ങൾ അവർ കൈമാറും. മുൻപ് നടത്തിയ സ്നേഹയാത്രകൾക്ക് സമാനമായി കുറച്ചുകൂടി താഴെത്തട്ടിലേക്കും പ്രാദേശിക തലത്തിലേക്കും എല്ലായിടത്തിലേക്കും ഒരു സമഗ്രതല സ്പർശി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും എല്ലാത്തരം ആളുകളിലേക്കും നേതാക്കളിലേക്കും അതോടൊപ്പം തന്നെ മനുഷ്യർക്കൊപ്പവും പ്രവർത്തകർക്കൊപ്പവും എല്ലാവരും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന തലം മുതൽ. എന്നാൽ ഇന്ന് ഈ ദിവസം ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ 10,000-കണക്കിന് പ്രവർത്തകർ ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ നടത്തുന്നു, സ്നേഹ സന്ദേശങ്ങൾ കൈമാറുന്നു, ആഘോഷങ്ങളുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. നാളെ BJPയുടെ സംസ്ഥാന തലത്തിൽ നടക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ്റെ ആദ്യ യാത്രയ്ക്ക് മുതൽ സംസ്ഥാന തലത്തിൽ അദ്ദേഹം നടത്തുന്ന ആദ്യ യാത്രയ്ക്ക് മുന്നോടിയായി കൂടിയാണ് ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ ഇത്തരത്തിലുള്ളൊരു സ്നേഹ സന്ദേശവുമായി അദ്ദേഹം എത്തുന്നുള്ളത്. വികസിത കേരളം കൺവെൻഷനുകളും ജില്ലാ നേതൃയോഗങ്ങളുമാണ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നത്. ഏപ്രിൽ 21 മുതൽ മെയ് 10 വരെ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടികൾക്ക് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് പാളയം ലൂർദ് ഫെറോന പള്ളിയിൽ നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന സെക്രട്ടറി S. സുരേഷ്, പത്മിനി തോമസ് എന്നിവരും മാറാലഞ്ചേരിയുടെ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം മാറാലഞ്ചേരിക്കൊപ്പം വൈദികരും ഈ കൂടിക്കാഴ്ചയിലും ഈസ്റ്റർ ദിന സ്നേഹ സന്ദേശത്തിലുമൊക്കെ ഭാഗമാകുന്നുമുണ്ട്. കൃഷ്ണരാജൻ. നാളെ ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ തുടക്കത്തിലേക്ക് പോകുന്നതിന് മുൻപ് മറ്റൊരു തുടക്കം, അതുകൂടിയല്ലേ ഈ സന്ദർശനം? ആലഞ്ചേരി പിതാവിനെ സന്ദർശിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പാളയം ലൂർദ് ഫെറോന പള്ളിയിൽ അദ്ദേഹം എത്തി. ആലഞ്ചേരി പിതാവുമായി സംസാരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ ഒരു കൂടിക്കാഴ്ച നടക്കുന്നു. ഈസ്റ്റർ ദിന സന്ദേശം നൽകാനായാണ് അദ്ദേഹത്തെ അവിടെ എത്തിയത്. അതായത് ഈസ്റ്റർ ആശംസകൾ നേരാനുള്ള ഒരു യാത്രയാണ്. ഞാൻ പ്രയത്തിലേക്ക് പോകുന്നു. പ്രയത്ത് നേരത്തെ ചോദിച്ചത് തന്നെ, അതായത് നാളെ വികസിത കേരളം എന്ന ലക്ഷ്യം ഊട്ടിയുറപ്പിക്കുന്ന ഒരു പരിപാടിക്ക് BJP തുടക്കമിടുന്നു. മാറ്റത്തിൻ്റെ തുടക്കം, അതാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. ആ മാറ്റത്തിൻ്റെ തുടക്കത്തിന് മുന്നോടിയായി ഒരു തുടക്കമിടൽ, അതാണോ ഈ സന്ദർശനം? അങ്ങനെ തന്നെ വേണം കൃഷ്ണരാജ് പറയാൻ. സംസ്ഥാന തലത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യ യാത്ര എന്നൊക്കെ ഒരു വിശേഷവുമായി, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം വളരെ കൃത്യമായി ഇട്ടുനോക്കുന്ന ഒരു യാത്ര കൂടിയാണിത്. നാളെ തൃശ്ശൂരിൽ ആരംഭിച്ച യോഗത്തെ ആദ്യ സംസ്ഥാനതല പര്യടനത്തിന് കൂടിയാണ് അദ്ദേഹം പോകുന്നത്. എല്ലാ ജില്ലകളിലും ഈ പറയുന്ന രീതിയിൽ വികസിത കേരളം കൺവെൻഷനുകളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. 30 സംഘടനാ അദ്ദേഹം സന്ദർശിക്കുകയാണ് പാളയം പള്ളിയിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരായ CBI അന്വേഷണം വൈകും. KM എബ്രഹാം അപ്പീലിനൊരുങ്ങുമ്പോൾ കോടതി ഉത്തരവിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം. CBI അന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവിൻ്റെ പകർപ്പ് CBIക്ക് ലഭിച്ചിട്ടില്ലെന്നും അറിയുന്നു. വിവരങ്ങളുമായി ജിജീഷ് കർണാനൊപ്പം ചേരും. ജിജീഷ്, എന്താണ് വിവരങ്ങൾ? KM എബ്രഹാമിനെതിരെ ഹൈക്കോടതി CBI അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതികളിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കോടതി നൽകിയത്. അത് 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരമൊരു നീക്കം. എന്നാൽ ഇതിനെതിരെ അപ്പീൽ നൽകാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ KM എബ്രഹാം ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരുമായി നിരവധി തവണ കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് തനിക്കെതിരെ പരാതികൾ ഉയർത്തിയിരിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും കോടതിയിൽ ചൂണ്ടിക്കാണിക്കുക. ഈ ഒരു ഘട്ടത്തിലാണ് CBI അന്വേഷണം വൈകുന്ന സാഹചര്യമുള്ളത്. CBI വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി അപ്പീൽ പോകാനിരിക്കുന്നു. അപ്പീൽ പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെങ്കിൽ അതുകൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും
തന്നെയായിരിക്കും അന്വേഷണത്തിൽ ഒരു നിർദ്ദേശമുണ്ടാവുക. മാത്രമല്ല ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈ കേസ് ഏൽപ്പിച്ചുകൊണ്ട് തുടരന്വേഷണത്തിലേക്ക് നീങ്ങണമെങ്കിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരായ അപ്പീൽ കൂടി അതിലൊരു അന്തിമ വിധി വരണം. അതിന്റെ പകർപ്പുകൾ ലഭിക്കണം. ആ പകർപ്പിൽ എങ്ങനെയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കിയിരിക്കുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്, ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ അഴിമതി ആരോപണ വിധേയനായിരിക്കുന്നത്, അന്വേഷണം നേരിടുന്നത് എന്നതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അല്ലെങ്കിൽ ഉന്നത റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കും, CBIയിലെ ഓഫീസർ തന്നെയായിരിക്കും അന്വേഷണത്തിന് നേതൃത്വം നൽകുക എന്നാണ് വ്യക്തമാകുന്നത്. അഡീഷണൽ SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകും. എന്നാൽ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI FIR ഇട്ട് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് കടന്നിട്ടില്ല. കാരണം CBIയെ സംബന്ധിച്ചിടത്തോളം മറ്റു നിരവധി കേസുകളുടെ ഒരു ബാഹുല്യമുണ്ട്. നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. പലതിൻ്റെയും അന്വേഷണം അവസാന ഘട്ടത്തിലുമാണ്. പ്രത്യേകിച്ച് പോപ്പുലർ ഫിനാൻസ് കേസിൽ അന്വേഷണം നടത്തി പല സ്റ്റേഷൻ പരിധികളിലായി ആയിരക്കണക്കിന് കേസുകളാണ് CBIക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഓരോ കേസിലും പ്രത്യേകമായി തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെയാണ് മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പുകൾ, അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണവും കൊച്ചി യൂണിറ്റ് തന്നെയാണ് നടത്തുന്നത്. ഇതിനിടയിലാണ് KM എബ്രഹാമിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കേണ്ട ഒരു കേസാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ തലത്തിലുള്ള ആളുകളുടെ അഴിമതിയിലേക്ക് പോലും വിരൽ ചൂണ്ടാവുന്ന തലത്തിൽ ഉന്നത ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതികൾ ഉയർന്നിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്തപ്പോൾ KM എബ്രഹാം വിവിധ തസ്തികകളിൽ ജോലി ചെയ്തപ്പോഴുള്ള വിവരങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ടായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. എന്നാൽ നിലവിൽ എന്താണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നതിന്റെ വിവരങ്ങൾ കൂടി, അല്ലെങ്കിൽ അപ്പീലിൽ കോടതി എന്ത് തീരുമാനം എടുക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും CBI ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരായ CBI അന്വേഷണം വൈകും. അന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവിൻ്റെ പകർപ്പ് ഇതുവരെ CBIക്ക് ലഭിച്ചിട്ടില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പിടിമുറുക്കി ജില്ലാ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ P മോഹനൻ വിഭാഗം. M മെഹബൂബിനെ സെക്രട്ടറിയാക്കി കരുത്തുകാട്ടിയ മന്ത്രി മുഹമ്മദ് റിയാസ് പക്ഷത്തിന് തിരിച്ചടി നൽകുന്നതാണ് P മോഹനൻ പക്ഷത്തിൻ്റെ സെക്രട്ടേറിയറ്റിലെ മേധാവിത്വം. 12-അംഗ സെക്രട്ടേറിയറ്റിൽ P മോഹനൻ പക്ഷത്തിനാണ് ഇപ്പോൾ ഭൂരിപക്ഷം. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ടും പാർട്ടിക്കുള്ളിലെ വിഭാഗീയത അതിപ്പോഴും ശക്തമായി നിലകൊള്ളുന്നു. മുഹമ്മദ് റിയാസിൻ്റെ തള്ളിക്കയറ്റം അത് അംഗീകരിക്കാൻ നേതാക്കൾക്ക് മനസ്സില്ല എന്നതിന് തെളിവായി മാറുന്നു CPM-നുള്ളിലെ നീക്കങ്ങൾ. തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് 12-അംഗ സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുത്തത്. സെക്രട്ടറി പദം ഒഴിഞ്ഞിട്ടും പാർട്ടിയിൽ ഈ P മോഹനൻ വിഭാഗം പിടിമുറുക്കുകയാണെന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സംസ്ഥാന കമ്മിറ്റി അംഗമായ അദ്ദേഹത്തിന്റെ ഭാര്യ KK ലതിക ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉള്ളത്. അത്തരത്തിൽ അവരുടെ ഒരു പ്രാതിനിധ്യം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതിനെതിരെ വലിയ വിമർശനങ്ങൾ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉടലെടുക്കുന്നു. നേരത്തെ കൃഷ്ണദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലൊരു വിഭാഗീയത ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ പ്രായപരിധി കഴിഞ്ഞിട്ടും മുതിർന്ന നേതാവായ C ഭാസ്കറിനെ ഒക്കെ തന്നെയും ഈ P മോഹന് ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് അവരുടെ ഒരു മേധാവിത്വം ഉറപ്പിക്കുന്നതിന് സാധിച്ചു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതിനെതിരെ വലിയ വിമർശനവും ഭാഗികമായി തന്നെ ഈ പാർട്ടിക്കുള്ളിൽ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നമുക്കറിയാം ഇത്തരത്തിൽ P മോഹനൻ പക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിക്കുള്ളിൽ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ 12-അംഗ ആളുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നൊരു ആരോപണമാണ് നിലവിൽ ഉയർന്നു വന്നിട്ടുള്ളത്. കൃഷ്ണരാജ്. കോഴിക്കോട് CPM-ൽ വിഭാഗീയതയുടെ പുതിയ മുഖം പ്രകടമാകുന്നു. ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ P മോഹനൻ പക്ഷം അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ കരുത്തുകാട്ടുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്. കോഴിക്കോട് കോർപ്പറേഷൻ കോടതി ഉത്തരവ് പോലും മറികടന്ന് ഭൂമാഫിയയ്ക്ക് പിന്തുണ നൽകുന്നതായി വിമർശനം. തണ്ണീർത്തടം നികത്തലുമായി ബന്ധപ്പെട്ട പരാതികൾ നിലനിൽക്കുന്ന കാലിക്കറ്റ് ട്രേഡ് സെന്ററിനെതിരെ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രകൃതി സംരക്ഷണ സമിതിയും BJP-യും രംഗത്തെത്തി. വിശദാംശങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരും. ദിസ്ന, എന്താണ് ഈ വാർത്ത? പ്രധാനമായും കൃഷ്ണരാജ്, ഈ വാർത്ത നിരവധി തവണ ജനന്റെയെ തന്നെ കൊടുത്തതാണ്. അത് പ്രധാനമായും 200-ലധികം ഏക്കർ വരുന്ന കണ്ടൽ ചതുപ്പ് നിലങ്ങളാണ് കോഴിക്കോട് നഗരത്തിലുള്ളത്. അതായത്
പ്രധാനമായും ഒരു പ്രധാന കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്താണ് ഈ ചതുപ്പ് നിലങ്ങളുള്ളത്. അവിടെ അനധികൃതമായി പലതരത്തിലുള്ള പരിപാടികളും നടക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രിയിലടക്കം ഭൂമാഫിയ പ്രദേശത്തെ ഈ കണ്ടൽ കാടുകൾ നികത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഈ കണ്ടൽ കാടുകൾ നികത്താൻ അവിടെ എത്തുന്ന JCB ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രധാനമായും ഈ ട്രേഡ് സെന്ററിൽ ഇത്തരത്തിലുള്ള പാർട്ടി പരിപാടികൾ നടക്കുന്നു എന്ന് തന്നെയാണ്. ഇന്നലെയും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള പാർട്ടി പരിപാടികൾ നടത്തി. എന്നാൽ ഈ സ്ഥലത്ത് പാർട്ടി പരിപാടികൾ നടത്തരുത് എന്ന ഉത്തരവുണ്ട്, കോടതി ഉത്തരവുണ്ട്. എന്നാൽ ഈ കോടതി ഉത്തരവിനെ ഒന്നും തന്നെ മാനിക്കാതെയാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ കൺമുന്നിൽ ഇത്തരത്തിലുള്ള പരിപാടി നടക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയായിരുന്നു അവിടെ മുഖ്യ അതിഥിയായി എത്തേണ്ടത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ആ പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെയും ഈ പരിപാടിയിൽ അവിടെ പങ്കെടുത്തിരുന്നു. അത്തരത്തിൽ കോടതി ഉത്തരവ് നിലനിൽക്കെ ആ സ്ഥലത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നത്. നമുക്കറിയാം, ഈ കണ്ടൽക്കാടുകളൊക്കെ തന്നെ സംരക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണുള്ളത്. അത്തരത്തിലുള്ള ഉത്തരവുകളുണ്ട്. എന്നാൽ അതൊന്നും സംരക്ഷിക്കാതെ കോടതി ഉത്തരവുണ്ടായിട്ടും പരിപാടി നടക്കരുത് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ ഇതിൽ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. കൃഷ്ണരാജ്, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. KPCC അധ്യക്ഷൻ മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തെങ്കിലും കഴിയാത്തതിന് പിന്നാലെയാണ് പുതിയ നീക്കം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, ഈ പുതിയൊരു കമ്മിറ്റി രൂപീകരിക്കണം, അതായത് KPCC പ്രസിഡന്റിനെ മാറ്റാനുള്ള നീക്കങ്ങൾ പാളിയല്ലോ. അതുകൊണ്ട് ഒരു ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കുക, അതിൽ കടിച്ചു തൂങ്ങി മുന്നോട്ട് പോവുക, അതാണോ പാർട്ടിയുടെ പുതിയ തീരുമാനം? തീർച്ചയായിട്ടും കൃഷ്ണരാജ, ഈ 2021 സംഭവിച്ചത് എന്താണെന്ന് കോൺഗ്രസിന് കേരളത്തിൽ സംഭവിച്ചതെന്നാണ് എന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. അടുത്ത വരുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ KPCC അധ്യക്ഷൻ്റെ സ്ഥാനം മാറ്റുക എന്നൊരു നീക്കം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നെങ്കിലും ആ നീക്കം പാളിപ്പോവുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള ICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വങ്ങളെ പറ്റിയും കോൺഗ്രസിൻ്റെ പരാജയങ്ങളെ പറ്റിയും വീഴ്ചകളെ പറ്റിയും ഉള്ള ഒരു റിപ്പോർട്ട് ഹൈക്കമാൻഡ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അധ്യക്ഷനെ മാറ്റാനുള്ള നീക്കം ഉണ്ടാവുകയും അതിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ഒരു ഹൈപ്പർ കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഈ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പുകളെയൊക്കെ നേരിടാനായിട്ടുള്ളൊരു ഒരു ശ്രമമാണ് ഈ ഹൈപ്പവർ കമ്മിറ്റിയിലൂടെ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എതിർപ്പുകളും മറ്റും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. എന്തായാലും ഈ തീരുമാനം അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വങ്ങൾക്കിടയിലുള്ള ഈ ഗ്രൂപ്പ് വഴക്കം തമ്മിൽ എന്നും ഉള്ളതാണെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഒരു സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം കൊണ്ടുവരാനോ സർക്കാരിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ളൊരു വിഷയങ്ങൾ ഉണ്ടാക്കാനോ ജനകീയ സമരങ്ങളോടൊപ്പം നിൽക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനോ ഒന്നും പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. സർക്കാരിനെ ചൂണ്ടുന്ന അല്ലെങ്കിൽ സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു നല്ല രീതിയിലൊരു പ്രതിപക്ഷമാകാൻ കഴിയുന്നില്ല എന്ന് ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് തന്നെ എതിർപ്പുകളൊക്കെ ഉണ്ട്. ഈ എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴാണ് പുതിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഈ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് ഒരു ഹൈപ്പവർ കമ്മിറ്റിയുടെ രൂപീകരണത്തിലേക്ക് വരുന്നത്. KPCC അധ്യക്ഷനെ മാറ്റാനുള്ള സാഹചര്യം അല്ലെങ്കിൽ KPCC അധ്യക്ഷനെ മാറ്റാനായിട്ടുള്ള ശ്രമം നടന്നുവെങ്കിലും അത് നടക്കാതെ വന്നതോടെയാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. അധ്യക്ഷനെ മാറ്റാതെ വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതൊരു ആശ്വാസ തീരുമാനമാകുമോ എന്ന കാത്തിരിപ്പാണ് ഇനിയുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്. ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഫോണും ശരീരസ്രവ സാമ്പിളുകളും തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി ജിജീഷ് കർണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, ഒന്ന് കുറ്റസമ്മതം, മറ്റൊന്ന് മറ്റുള്ളവർ ഇതുപയോഗിക്കുന്നുവെന്ന വെളിപ്പെടുത്തൽ, പറയൂ.
കൃഷ്ണരാജ്, ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് സിനിമാ സെറ്റുകളിൽ ഈ ലഹരി ഉപയോഗം വ്യാപകമാണ്. തങ്ങൾ ഒന്നോ രണ്ടോ പേര്, അതായത് ഇപ്പോൾ പുറത്തു വന്ന ചില പേരുകാർ മാത്രമല്ല മറ്റു നിരവധി താരങ്ങൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നതായി തനിക്ക് അറിയാമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും ഷൈൻ ടോം ചാക്കോ പങ്കുവെക്കുകയും ചെയ്തത്. സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം അത് വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഷൈൻ ടോം ചാക്കോയും പറയുന്നത്. മാത്രമല്ല കുറ്റം മുഴുവൻ ചില ആളുകളിലേക്ക് മാത്രം ഒതുങ്ങുന്നു, മറ്റുള്ളവരിലേക്ക് എന്തേ അന്വേഷണം എത്തുന്നില്ല എന്ന ഒരു മറുചോദ്യമാണ് ഷൈൻ ടോം ചാക്കോ പ്രധാനമായും അന്വേഷണ സംഘത്തിന് മുന്നിൽ വെക്കുകയും ചെയ്തത്. മാത്രമല്ല ഈ ലഹരിക്കെതിരെ വലിയ പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടന്നപ്പോൾ ലഹരി വലിയൊരു വിപത്തായി മാറുന്ന ഒരു പശ്ചാത്തലവും സ്കൂളുകളിലടക്കം വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുകയും എല്ലാം ചെയ്തപ്പോൾ വ്യാപകമായ പരിശോധനകൾക്ക് പോലീസും എക്സൈസും എല്ലാം മുൻകൈയെടുത്ത് രംഗത്തിറങ്ങിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് ലഹരി കിട്ടുന്നതിന് ഷൂട്ടിംഗ് സൈറ്റുകളിൽ ലഹരി കിട്ടുന്നതിന് തടസ്സം നേരിട്ടു എന്നൊരു കാര്യം കൂടി ഷൈൻ ടോം ചാക്കോ മൊഴിയായി പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന കാര്യമാണ് ഷൈൻ ടോം ചാക്കോ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഈ ചോദ്യം ചെയ്യലിനിടയിൽ ഷൈൻ ടോം ചാക്കോയുടെ ഫോണുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരുന്നു. 3 ഫോണുകളാണ് ഷൈൻ ടോം ചാക്കോ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഈ ഫോണുകളിൽ ചിലത് പ്രത്യേകമായി ലഹരി ഇടപാടുകളിൽ അത്തരം സംഭാഷണങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചു എന്നൊരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 3 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്ത 3 മൊബൈൽ ഫോണുകളും സൈബർ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഇതിന്റെ പരിശോധനാ ഫലം വരുന്നത് അനുസരിച്ച് കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. കാരണം നിലവിൽ 2 വകുപ്പുകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഈ 2 വകുപ്പുകൾക്കപ്പുറം കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചുമത്താനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. കാരണം അതിനുള്ള തെളിവുകൾ, മൊഴികളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അതിന് ശക്തി പകരുന്ന ശാസ്ത്രീയ തെളിവുകൾ കൂടിയാണ് പ്രധാനം എന്നതുകൊണ്ട് തന്നെ ഈ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് കൂടി ലഭിക്കുന്നതോടുകൂടി അന്വേഷണ സംഘം മറ്റ് വകുപ്പുകൾ കൂടി ചുമത്തി ശക്തമായി തന്നെ ലഹരിക്കെതിരായ നീക്കം ഷൈൻ ടോം ചാക്കോ ആവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഇടപാടുകൾക്കെതിരായ ഈ ഷൈൻ ടോം ചാക്കോ സമ്മതിക്കുന്നു താൻ ലഹരി ഉപയോഗിക്കുന്നുവെന്ന്. മറ്റൊരു നടനെയും തന്നെയും മാത്രമാണ് ഈ ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ ക്രൂശിക്കുന്നത് എന്നും പറയുന്നു. മറുവശത്ത് പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന വെളിപ്പെടുത്തൽ നടത്തുന്നു. അത് ഒരുപക്ഷെ ഒരാളിൽ നിന്ന് കൃത്യമായി പുറത്തു വരുന്നത് ഒരു മൊഴിയായാണ്. അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘത്തിന് കുറച്ചുകൂടി എളുപ്പമാകുന്നില്ലേ കാര്യങ്ങൾ? ഷൈൻ ടോം ചാക്കോ തന്നെ പറയട്ടെ ആ ചില നടന്മാർ ആരാണ് എന്ന്. വിവരങ്ങൾ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലെ സൂചനകൾ എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുക എന്നൊരു നടപടിയിലേക്ക് തന്നെയാണ് പ്രധാനമായും പോലീസ് കടക്കുന്നത്. മറ്റു ചില നടന്മാർ അവരുടെ പേരുകളടക്കം ചില സൂചനകൾ പോലീസിന് നൽകിയതായാണ് വിവരം. കാരണം ഇവരിൽ പലരും ലഹരി ഉപയോഗം നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ ഇടനിലക്കാർ വഴിയാണ് അവിടെ ലഹരി എത്തിയിരുന്നത് എന്നൊരു വിവരം കൃത്യമായി തന്നെ ഷൈൻ ടോം ചാക്കോ പറയുന്നുണ്ട്. പല ആളുകൾക്കും ഷൈൻ ടോം ചാക്കോയുടെ കൈവശം പണം കൈമാറിയതിൻ്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അത് 3000 രൂപ മുതൽ 5000 രൂപ വരെയെല്ലാമാണ് ഈ പണം കൈമാറിയിരിക്കുന്നത്. സാധാരണ നിലയിൽ ചെറിയ അളവിൽ ലഹരി കൈമാറുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടപാടുകൾക്ക് ലഭിക്കുന്ന ഒരു പ്രതിഫലമായിട്ടാണ് സാധാരണ ഇത്തരം തുകകൾ കൈമാറുക ലഹരി ഉപയോഗിക്കുന്നവർ എന്നതുകൊണ്ട് തന്നെ അങ്ങനെ കൈമാറിയതാണോ ഈ പണം എന്നത് സംബന്ധിച്ച് കൂടി അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം 3000 രൂപയും 4000 രൂപയും 4500 രൂപയും 5000 രൂപയും എല്ലാമാണ് ഗൂഗിൾ പേ വഴി ചില നമ്പറുകളിലേക്ക്, അതായത് സംശയകരമായ ദുരൂഹമായ ചില നമ്പറുകളിലേക്ക് ഷൈൻ ടോം ചാക്കോ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന് ഷൈൻ ടോം ചാക്കോ തന്നെ തുറന്നു പറയുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ. അസം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏകപക്ഷീയ വിജയം. 325 സീറ്റുകളിൽ BJP വിജയം ഉറപ്പിച്ചു. ഈ സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഒപ്പുചേരുന്നു. ഗൗതം, അസമിലെ BJP മുന്നേറ്റത്തെക്കുറിച്ച്. കൃഷ്ണരാജെ, മെയ് മാസം 2, 4 തീയതികളിലാണ് അസമിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഏപ്രിൽ 18 ഈ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി. എന്നാൽ ഇതിനു മുൻപ് തന്നെ ഏകപക്ഷീയമായി BJP ബഹുഭൂരിപക്ഷം സീറ്റുകളിൽ വിജയിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 348-ൽ 325 സീറ്റുകളിൽ BJPയും സഖ്യകക്ഷിയായ അസോം ഗണപരിഷത്തും ഏകപക്ഷീയമായി വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം കോൺഗ്രസ് ബഹുഭൂരിപക്ഷം സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. പരാജയം ഉറപ്പിച്ച പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ ഭൂരിപക്ഷം തദ്ദേശ സീറ്റുകളിൽ അസോമിൽ BJP വിജയിച്ചിരിക്കുന്നത്.
ഗൗതമൻ നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അസമിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വൻ കുതിപ്പ്. പുത്തൻ പുലരി പൂർണ്ണമാക്കേണ്ട സമയമാകുന്നു. 2 മണിക്കൂർ നേരം വാർത്തകൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ, തത്സമയം ദൃശ്യങ്ങൾ എത്തിക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈസ്റ്റർ ദിനമാണ്, പ്രത്യാശയുടെ ദിവസമാണ്, ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും കൂടുതൽ ഊർജ്ജമുണ്ടാകട്ടെ, ഈ ദിവസം നല്ല ദിവസം ആയി തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. പുത്തൻ പുലരി പൂർണ്ണമാകുന്നു. നമസ്തേ.